ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ കേരളത്തിൽ നടന്ന ഒരു വിവാഹം വലിയ വിവാദമായി മാറിയിരിക്കുകയാണല്ലോ. അഡ്വക്കേറ്റ് ഷുക്കൂറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ഷീനയും അവരുടെ 3 മക്കളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹിതരായി. അത് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയും വാർത്തയാവുകയും അതേ തുടർന്ന് ഈ വിവാഹം ഇന്ന് കേരളത്തിൽ ഒരു വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഒരു വിഭാഗം മത നേതാക്കന്മാർക്ക് ശരിക്കും വാലിൽ തീപിടിച്ച് അവർ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരിക്കുന്ന വളരെ രസകരമായ ഒരു കാഴ്ച ഒരു ഭാഗത്ത് കാണുന്നു. മറുഭാഗത്താവട്ടെ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും അതുപോലെ തന്നെ മതത്തിനകത്തുള്ള പുരോഗമനവാദികൾ, ആധുനിക കാലത്തിനനുസരിച്ച് മതം വ്യാഖ്യാനിക്കപ്പെടണമെന്ന് വാദിക്കുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുൾപ്പെടെയുള്ള ആളുകളും ഇതിൽ വിവാഹത്തിൽ കക്ഷികളായിട്ടുള്ള ഷീനയും ഷുക്കൂറും അടക്കമുള്ള ആളുകളും എല്ലാം ചർച്ചയിൽ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലിയാഖത്ത് അലി, ആരിഫ് ഹുസൈൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എക്സ് മുസ്ലിം സ്വതന്ത്ര ചിന്തകരും ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് തന്നെ അന്ന് തന്നെ ഇതിനോട് പ്രതികരിക്കണം എന്ന് ഉദ്ദേശിച്ചതായിരുന്നെങ്കിലും വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് എനിക്ക് അല്പം താമസം നേരിട്ടത്. എന്തായാലും അതിൻ്റെ കൂടെ ഈ വിവാഹം നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഒരു ഫത്വ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഫത്വയും നിങ്ങൾ പലരും വായിച്ച് കാണും. ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളിലൊക്കെ ഈ ഫത്വയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫത്വയോടൊപ്പം തന്നെ ചില മതപണ്ഡിതന്മാർ, ഒരുപാട് മതപണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പൂർണ്ണമായിട്ടും കേട്ട ഒരു പ്രഭാഷണം ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരു തീവ്ര സലഫി ഇസ്ലാമിസ്റ്റ് മതപണ്ഡിതൻ്റെ ഒരു പ്രഭാഷണവും ഞാൻ കേട്ടു. ആ പ്രഭാഷണത്തെയും ഈ ഫത്വയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയും ആസ്പദമാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നീട്ടിയും പരത്തിയും പറയുന്നില്ല, കാരണം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ. ഈ ഫത്വ ഇറക്കിയിരിക്കുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ്. ആ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സുന്നി വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ മതസ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മതസ്ഥാപനത്തിൻ്റെ ഔപചാരിക ഫത്വ എന്ന നിലക്ക്, അവരുടെ ലെറ്റർ ഹെഡിൽ തന്നെ സീലടിച്ച് ഇറക്കിയിട്ടുള്ള ഒരു ഫത്വ എന്ന നിലക്ക് അതിന് മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ആധികാരികത കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഫത്വയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾക്ക് ആദ്യം ചർച്ചയ്ക്കെടുക്കാനുള്ളത്. ഞാൻ ആ ഫത്വ വായിച്ചുകൊണ്ട് എനിക്ക് ആ ഫത്വയിൽ വന്നിട്ടുള്ള വാചകങ്ങളെ ആസ്പദമാക്കി പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 7-ാം തീയതി ഡേറ്റ് വെച്ച് ഇറക്കിയിട്ടുള്ള ഫത്വ, അതിൻ്റെ ആദ്യത്തെ ഖണ്ഡിക ഞാൻ വായിക്കാം. ഓരോ ഖണ്ഡിക വായിച്ച് ആ ഖണ്ഡികയിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ച അനന്തര സ്വത്ത് വിഭജനത്തിലെ വ്യവസ്ഥകൾ മറികടക്കാൻ ഒരു വക്കീൽ സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്യുന്നു എന്ന വാർത്തയാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ സജീവ ചർച്ചാ വിഷയം. ഈ ഖണ്ഡികയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവിടെ ഒരു വക്കീൽ സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതുതന്നെയാണ് നമ്മുടെ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിലുടനീളം അയാൾ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ വിവാഹം ചെയ്ത കാര്യം മാത്രമാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വിവാഹം ചെയ്തത് വക്കീലല്ല. വക്കീലും ഷീനയും രണ്ടുപേരും സമൂഹത്തിൽ തുല്യ പദവിയുള്ളവരാണ്, കുടുംബത്തിൽ തുല്യ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്തം മാത്രമല്ല, കേരളത്തിലെ പ്രമുഖമായ ഒരു സർവകലാശാലയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു വന്നിരുന്ന വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷീന. അതുപോലെ തന്നെ ഷുക്കൂർ, അദ്ദേഹം വക്കീലാണ്, സിനിമാ നടനാണ്, സാംസ്കാരിക സാമൂഹിക രംഗത്തൊക്കെ ഉള്ള ആളാണ്. രണ്ടുപേരും സമൂഹത്തിൽ ഏറെക്കുറെ തുല്യ പദവിയിലിരിക്കുന്ന 2 വ്യക്തികളാണ്. തുല്യ നിലയിൽ അധ്വാനിച്ച് സമ്പാദിച്ച് കുടുംബം പോറ്റുന്ന, ഒരുമിച്ച് കുടുംബം പോറ്റുന്നവരുമാണ്. ഇവർ 2 പേരും കൂടിയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത്.
രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ അവിടെ ഷുക്കൂർ വക്കീൽ മാത്രം ഒപ്പിട്ടാൽ പോരാ, അവിടെ 2 പേരും ഒപ്പിടണം. അതാണ് സ്പെഷ്യൽ മാരേജ് എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ, ഈ ഫത്വ ഇറക്കിയ ആളുകളായാലും ശരി, വയല് പറയുന്ന മൗല്യന്മാരായാലും ശരി, അവർക്കൊന്നും തന്നെ ഈ വിവാഹം എന്ന് പറയുന്ന കർമ്മത്തിൽ ഈ ഷീന മാഡം എന്ന വ്യക്തിക്കുള്ള യാതൊരു പങ്കും ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കുന്നേയില്ല. അവരെല്ലാം വക്കീൽ പോയിട്ട് വിവാഹം ചെയ്തു, വക്കീൽ പോയിട്ട് മറ്റേയാളെ വിവാഹം ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നതും എഴുതുന്നത്. ഇവിടെ ഫത്വയിലും അത് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഇതിനകത്തുള്ള ഒരു ന്യൂനതയായിട്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമായിട്ട് ഈ ഖണ്ഡികയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിൽ കല്യാണം കഴിക്കുന്നത് പോലെ 2 ആണുങ്ങൾ കുത്തിയിരുന്ന് കൈ നീട്ടിപ്പിടിച്ചിട്ട് വില പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ഏർപ്പാടല്ല. നേരെ മറിച്ച് പ്രായപൂർത്തിയായ 2 വ്യക്തികൾ, 2 മനുഷ്യർ, തുല്യ മൂല്യമുള്ള, തുല്യ ഡിഗ്നിറ്റിയുള്ള 2 മനുഷ്യർ പോയിട്ട് ഞങ്ങൾ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞ് 2 പേരും ഒരുപോലെ ഒപ്പുവെച്ചിട്ട് നടത്തുന്ന വിവാഹമാണ് സ്പെഷ്യൽ മാരേജ്. അതുതന്നെയാണ് സ്പെഷ്യൽ മാരേജിൻ്റെ ആധുനിക കാലത്തുള്ള പ്രാധാന്യവും. അവിടെ സ്ത്രീയും പുരുഷനും തുല്യ വ്യക്തിത്വമുള്ളവരായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഫത്വ ഇറക്കിയവർക്കും ഇതിനെക്കുറിച്ച് വയല് പറയുന്ന മൂല്യന്മാർക്കും അങ്ങനെയല്ല. അവരുടെ മനസ്സിൽ പുരുഷൻ മാത്രമേ മനുഷ്യനായിട്ടും വ്യക്തിയായിട്ടുള്ളൂ. ഹുസൈൻ സലഫിയുടെ പ്രഭാഷണം പൂർണ്ണമായി ഞാൻ കേട്ടു. അതിലെവിടെയും ഒരു സ്ത്രീ പങ്കാളിയായി വരുന്നേയില്ല. എല്ലാം വക്കീൽ അയാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ അയാളുടെ ചുമലിലേക്ക് മാത്രമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇസ്ലാമും ആധുനിക മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ആ വ്യത്യാസം ഈ 1-ാം ഖണ്ഡികയിൽ തന്നെ പ്രകടമായി കാണുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി 2-ാം ഖണ്ഡിക. മരണാനന്തരം മുഴുവൻ സമ്പാദ്യങ്ങളും തൻ്റെ 3 പെൺമക്കൾക്ക് മാത്രം ലഭിക്കാനാണ് വക്കീൽ ഈ വിവാഹ നാടകം നടത്തിയിരിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൽ മുറ പോലെ കൊണ്ടു നടക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വ്യക്തി സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചാണ് 2-ാം വിവാഹം നടത്തുന്നത് എന്നത് വിരോധാഭാസമാണ്. ഇതിൽ ഈ പറഞ്ഞു തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ തൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും തൻ്റെ പെൺമക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് വക്കീൽ ഒറ്റയ്ക്ക് പോയി നടത്തിയ ഒരു ഏർപ്പാട് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല. 2 പേരും കൂടെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, 2 പേരും ജോലി ചെയ്ത് സമ്പാദിച്ച സമ്പാദ്യങ്ങളാണ് ആ കുടുംബത്തിൻ്റെ സമ്പാദ്യം. ആ 2 പേരിൽ ആര് മരിച്ചാലും അവരുടെ അനന്തരാവകാശികളായി ഈ പെൺകുട്ടികളാണുള്ളത്. അതുകൊണ്ട് 2 പേർക്കും ഒരുപോലെ ബാധകമായ ഒരു നിയമം എന്ന നിലക്കാണ് 2 പേരും കൂടെ പോയിട്ട് വിവാഹം ചെയ്തത്. അതിലാര് മരിച്ചാലും അവരുടെ അനന്തരാവകാശ സ്വത്ത് അവരുടെ മക്കൾക്ക് മാത്രമായി കിട്ടും. ഇവിടെ അത് പറയുന്നേയില്ല. അവിടെയും 2 പേരില്ല, അവിടെയും വക്കീൽ മാത്രമേ ഉള്ളൂ. വക്കീൽ മാത്രം പോയി നടത്തിയ ഏർപ്പാട് എന്നുള്ള നിലക്കാണ് പറയുന്നത്. ഇതാണ് മക്കളെ ഇസ്ലാമും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതുതന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നവും അതുതന്നെയാണ്. ഇനി അതിലെ 2-ാമത്തെ വാചക ആ ഖണ്ഡികയിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറയുന്നയാൾ 2ാമത് ഇങ്ങനെ ഒരു മതേതര വിവാഹം നടത്തിയത് വിരോധാഭാസമാണ് എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. അത് തത്വത്തിൽ ഞാനും അംഗീകരിക്കുന്നു. അത് വിരോധാഭാസമാണ്. പക്ഷേ അത് വിരോധാഭാസമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്ന ദാറുൽ ഹുദ ഫത്വ എഴുതി കൊടുത്ത ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരോധാഭാസങ്ങൾ ചെയ്തുകൊണ്ടല്ല ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തലയിൽ കൈവച്ചിട്ടോ നെഞ്ചത്ത് കൈവച്ചിട്ടോ അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ 99% പ്രവൃത്തികളും ഈ പറഞ്ഞ ന്യായമനുസരിച്ച് നിങ്ങളുടെ വിശ്വാസവുമായി പൊരുത്തപ്പെടാത്ത വിരോധാഭാസങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ആകെക്കൂടെ അനുവദിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം എന്ന് പറയുന്ന ഈ 2-3 ചെറിയ സിവിൽ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളിലും നിങ്ങളിവിടെ ജീവിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതരമായിട്ടുള്ള ഭരണഘടനയും നിയമവും അനുസരിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീഅത്ത് അനുസരിച്ചുള്ള ശിക്ഷാ നിയമങ്ങളുണ്ടോ? ഇവിടെ നിങ്ങൾ വ്യഭിചരിച്ചാൽ നിങ്ങൾ എറിഞ്ഞു കൊല്ലുന്നുണ്ടോ?
നിങ്ങൾ കട്ടാൽ നിങ്ങളെ കൈ വെട്ടുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക വ്യവഹാരങ്ങളിലും നിങ്ങൾക്ക് പലിശ കൂടാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം അനുസരിച്ച് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യയിൽ പട്ടിണി കിടന്ന് മരിക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചാൽ നിങ്ങൾ അനിസ്ലാമികമായ പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ആ പല്ല് തേക്കാൻ വേണ്ടി നിങ്ങൾ വാങ്ങിച്ച ബ്രഷിനും അതിന് നിങ്ങൾ വാങ്ങിച്ച പേസ്റ്റിനും ഒക്കെ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചല്ല, ഇന്ത്യയിലെ സാമ്പത്തിക നിയമങ്ങളനുസരിച്ചാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും പലിശയുമായി ബന്ധപ്പെട്ട ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലൂടെ കടന്നു പോകണം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ജനിച്ച് വീണ ആ നിമിഷം മുതൽ മരിച്ച് മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അനിസ്ലാമികമായിട്ടുള്ള നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിച്ചതിൻ്റെ അടയാളങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് വിരോധാഭാസമാണ് എന്ന് വക്കീലിന് നേരെ ആഭാസം ആരോപിക്കുമ്പോൾ നിങ്ങൾ സ്വയം കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം ആഭാസങ്ങൾ നിങ്ങളുടെ മതത്തിനെതിരായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്തതുകൊണ്ടാണല്ലോ ഇസ്ലാമിക വിശ്വാസത്തിനെതിരെ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിരുദ്ധമാണ്. നിങ്ങൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയാൽ, പള്ളി കമ്മിറ്റിക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ഥലം രണ്ട് മൂല്യന്മാർ ഇങ്ങനെ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് വാമൊഴിയായിട്ട് പറയുകയും രണ്ട് സാക്ഷികൾ കാണുകയും മാത്രമാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നിങ്ങൾ ഈ ഭൂമി വാങ്ങിയത് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോകുന്നത്. മുത്തുനബീൻ്റെ കാലത്ത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടാണോ പള്ളി ഉണ്ടാക്കിയിരുന്നത്? ആണോ? ഒട്ടകത്തിനെ കച്ചവടം ചെയ്യുമ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്തതിന് രേഖ ഉണ്ടാക്കിയിട്ടാണോ അന്ന് കച്ചവടം നടത്തിയിരുന്നത്? അന്ന് തോട്ടം വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നത് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണോ? അല്ല. അതുപോലെ തന്നെയാണ് അന്ന് എല്ലാ വ്യവഹാരങ്ങളും മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ഏർപ്പാടുകളും വ്യവഹാരങ്ങളും വാമൊഴിയായിട്ട് മാത്രമാണ് നടന്നിരുന്നത്. അല്ലാതെ റെക്കോർഡും രജിസ്റ്ററും രജിസ്റ്റർ ഓഫീസും ഒന്നും അന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഈ വക കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. പള്ളി ഉണ്ടാക്കാൻ സ്ഥലം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തതിൻ്റെ തെളിവുണ്ടോ? മുഹമ്മദ് നബിയും കൂട്ടരും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. അതോ വാമൊഴിയായിട്ടാണോ കച്ചവടങ്ങളൊക്കെ നടന്നിരുന്നത്? അതേപോലെ തന്നെയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അന്ന് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അന്നത്തെ രജിസ്ട്രേഷനാണ്. അന്ന് ഒരു വ്യവഹാരവും രജിസ്റ്റർ ഓഫീസിൽ രേഖാമൂലം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് വിവാഹവും അങ്ങനെ ചെയ്തിരുന്നില്ല. വിവാഹം രണ്ടുപേര് വാമൊഴിയായിട്ട് പറയുന്നു, രണ്ടു പേര് സാക്ഷി നിൽക്കുന്നു, അങ്ങനെയായിരുന്നു വിവാഹം നടന്നിരുന്നത്. അതിനാണ് നിങ്ങൾ നിക്കാഹ് എന്ന് പറയുന്നത്. അങ്ങനെ നിക്കാഹ് നടത്തിക്കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ ഈ പറയുന്ന സുന്നി മുജാഹിദ് ജമാഅത്ത് അവരുടെയൊക്കെ പള്ളികളിൽ മഹല്ലുകളിൽ ആ പള്ളിക്കകത്തുള്ള ഒരു രജിസ്റ്ററിൽ ആ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നബീൻ്റെ കാലത്ത് അങ്ങനെ പള്ളിയിൽ രേഖപ്പെടുത്തിയിരുന്നോ വിവാഹം നടത്തുന്നതൊക്കെ? എനിക്കറിയില്ല. ഞാൻ ഒരു രേഖയിൽ ഒരു ഹദീസിലും കണ്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഞാൻ എൻ്റെ അഭിപ്രായം തിരുത്താം. പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഒരു ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നോ അന്നത്തെ വിവാഹങ്ങൾ, അന്നത്തെ നിക്കാഹുകൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വാമൊഴിയോടുകൂടി നിക്കാഹ് ചെയ്യുക എന്നല്ലാതെ ആ നിക്കാഹ് പിന്നെ പള്ളി രജിസ്റ്ററിൽ അന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ പള്ളി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ശുക്കൂർ വക്കീൽ ചെയ്തതുമായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? നിങ്ങൾ നിക്കാഹ് എന്ന് പറഞ്ഞ് തൊള്ള കൊണ്ട് പറഞ്ഞ് കൈ കൊടുത്തിട്ട് ഒരു വ്യവഹാരം വാമൊഴിയായിട്ട് നടത്തിയതിന് ശേഷം അത് പള്ളിയിലെ രജിസ്റ്ററിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നു എങ്കിൽ അതേ രേഖപ്പെടുത്തൽ തന്നെയാണ് ശുക്കൂർ വക്കീലും ഷീനയും ചെയ്തത്. കാരണം അവരുടെ വിവാഹം, അവർ നടത്തിയ വിവാഹം അവരുടെ ബന്ധപ്പെട്ട പള്ളി മഹലിലെ റെക്കോർഡിലുണ്ടാവും. അതിന് പകരം ഇവിടെ ഒരു രജിസ്റ്റർ ഓഫീസിൽ കൂടി അവരുടെ വിവാഹമൊന്ന് രേഖപ്പെടുത്തി. അതിനപ്പുറം അവരെന്താ ചെയ്തത്? അത് അനിസ്ലാമികമാണെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ രേഖയിൽ എഴുതി വെക്കുന്നത് പോലും അനിസ്ലാമികമാണ്. മാത്രമല്ല, നിങ്ങൾ ഭൂമി വാങ്ങാനും അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങാനും അല്ലെങ്കിൽ അതുപോലുള്ള സ്വത്തുക്കൾ അങ്ങോട്ട് കൈമാറാനും ഒക്കെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പുവെക്കുന്നത് നിങ്ങൾ ഇസ്ലാമിലെ കിതാബ് നോക്കിയിട്ടാണോ? നബിയുടെ ചര്യ നോക്കിയിട്ടാണോ? ഖുർആനിലെ ആയത്ത് നോക്കിയിട്ടാണോ? അല്ല, ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ സാമൂഹ്യ വ്യവഹാരങ്ങളും ചെയ്യാമെങ്കിൽ അതേപോലെയുള്ള ഒരു സാമൂഹ്യ വ്യവഹാരമാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം അവിടെ പോയി രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്താണ് ഇസ്ലാമികതയുള്ളത്? ഇസ്ലാം അനുസരിച്ച് അവർ നേരത്തെ വിവാഹം ചെയ്തിട്ടുണ്ട്, അവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്.
ആ വിവാഹത്തെ അവർ ഈ നിയമം അനുസരിച്ച് കൂടെ രജിസ്റ്റർ ചെയ്യുന്നു. എന്തിനു വേണ്ടി? അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവരുടെ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടി, ഇസ്ലാമിക നിയമത്തെ മറികടക്കാൻ വേണ്ടി. ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. അത് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ചരിത്രത്തെ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും ഓർമ്മിക്കുന്നതും നന്നായിരിക്കും. ഞാനിതിൻ്റെ അവസാനം വേറൊരു ഫത്വ കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് പലരും കാണിച്ചു കഴിഞ്ഞു ഇതിനകം. ആ ഫത്വ ഇറങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെയുള്ള ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 3/4 നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിരോധാഭാസങ്ങളുടെ ഒരു വലിയ തുടർ നാടകം തന്നെ കാണാം. നിങ്ങളിപ്പോൾ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലിനെ കളിയാക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു നൂറ്റാണ്ട് നീണ്ടു നിന്ന തുടർ നാടകം നിങ്ങൾക്ക് കാണാം. ആഭാസങ്ങളുടെ, വിരോധാഭാസങ്ങളുടെ. നിങ്ങൾ എന്തൊക്കെ ഒരു കാലത്ത് ഹറാമാക്കി പറഞ്ഞിരുന്നോ അതിൻ്റെ എല്ലാം വിരുദ്ധമായിട്ട് അതെല്ലാം ഹലാലായി നിങ്ങൾ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിവിടെ ടെലിവിഷൻ വന്ന സമയത്ത് ടെലിവിഷനെതിരായിട്ട് ഫത്വകൾ ഇറക്കിയിട്ടില്ലേ? ടെലിവിഷൻ വെച്ച വീടുകളിൽ നിന്ന് നിങ്ങളുടെ മൂല്യന്മാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കല്യാണത്തിന് വിളിച്ചിട്ട് നിക്കാഹ് നടത്താതെ ഇറങ്ങിപ്പോയ മൂല്യന്മാരുടെ ചരിത്രം കേരളത്തിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. TV വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടക്കിപ്പോയ, നിക്കാഹ് മുടക്കിപ്പോയ, മതപരമായ ചടങ്ങുകൾക്ക് വരാതെ പോയ മതപണ്ഡിതന്മാരുണ്ട്. ഔപചാരികമായി തന്നെ TVക്കെതിരായിട്ട് ഫത്വ ഇറക്കിയവരുണ്ട്. ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിറങ്ങിയ ഫത്വകളുണ്ട്. ഫത്വയല്ല, ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് സ്ലേറ്റിൽ ചിത്രം വരച്ചതിന്. ചിത്രം വരയ്ക്കുന്നത് ഹറാമാണ് എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം മതം. അങ്ങനെ ചിത്രം വരയ്ക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന് ഫത്വ ഉണ്ടായിരുന്നു. അവസാനം ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണമെന്നും പാസ്പോർട്ട് കിട്ടണമെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്നും നിർബന്ധം വന്ന സമയത്ത് ഇത്രയുള്ള ഫോട്ടോ, നെഞ്ച് വരെയുള്ള ഫോട്ടോ വേണമെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് ഹലാലാക്കാം, എന്നാലും ഫുൾ സൈസ് ഫോട്ടോ ഹറാമാണ് എന്നായിരുന്നു ഫത്വകൾ. എന്നാൽ ഇന്ന് മൂല്യന്മാർ വയൽന്ന് പറയുന്നതിൻ്റെ കട്ടൗട്ടുകളാണ് നമ്മുടെ നാട്ടിൽ ഉടനീളം പൊക്കി വെച്ചിട്ടുള്ളത്. ഫുട്ബോളിൻ്റെ കാലത്ത് മെസ്സിയുടെയും നെയ്മാറിൻ്റെയും ഒക്കെ കട്ടൗട്ട് വെച്ചിരുന്നത് പോലെ ഇവിടെ വലിയ വലിയ മൂല്യന്മാരുടെ കട്ടൗട്ടുകൾ വെച്ചിട്ട് വയൽന്ന് പറയുകയാണ്. ക്യാമറ പാടില്ല എന്ന് പറഞ്ഞവർ, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടക്കിപ്പോയ അനുഭവങ്ങൾ നമുക്കുണ്ട്. സിനിമ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ തന്നെ ഹറാമാണെന്ന് പറഞ്ഞ ചരിത്രവും അനുഭവം നമുക്കുണ്ട്. അവരൊക്കെ ഇന്ന് വയൽന്ന് പറയുമ്പോൾ മുമ്പിൽ വീഡിയോ ക്യാമറ വെച്ചിട്ട് വീഡിയോ പിടിക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ യൂട്യൂബിലൂടെ വിറ്റ് കാശുണ്ടാക്കുകയാണെന്ന് മൂല്യന്മാർ. TV ഹറാമാണ് എന്ന് പറഞ്ഞ ഈ സുന്നി വിഭാഗത്തിൻ്റെ, ഈ ദാറുൽ ഹുദ പ്രതിദാനം ചെയ്യുന്ന സുന്നി വിഭാഗത്തിന് ഇന്ന് TV ചാനലുണ്ട്. ആ TV ചാനൽ നിങ്ങൾ ഓൺ ചെയ്ത് നോക്കി അതിനകത്ത് ഹറാമിൻ്റെ അപ്പുറം ഹറാമായിട്ടുള്ള പരസ്യങ്ങളും പാട്ടുകളും ഡാൻസുകളും എല്ലാം നിങ്ങൾക്ക് കാണാം. മറ്റു ചാനലുകളിൽ പോലും കാണാത്ത അത്ര വൃത്തികെട്ട പരസ്യങ്ങളാണ് ദർശന ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുന്നികളുടെ ചാനലാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ, ഒരുപാട് മുമ്പൊന്നുമല്ല, ഒരു 10-20 വർഷം മുമ്പ് വരെ നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് നിങ്ങൾ മൂല്യന്മാർ തന്നെ ഹലാലാക്കിക്കൊണ്ട് അത് കച്ചവടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങളിപ്പോൾ വക്കീലിനെതിരെ ആരോപിക്കുന്ന ഈ വിരോധാഭാസം നിങ്ങൾക്ക് കൊട്ടക്കണക്കിന് ഞാൻ കാണിച്ചു തരാം. ഞാൻ സമയക്കുറവ് കൊണ്ട് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ഖണ്ഡിക. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം അനുസരിച്ച് മരണപ്പെട്ട പിതാവിന് പെൺമക്കൾ മാത്രമാണെങ്കിൽ സ്വത്തിൻ്റെ 2/3 ഭാഗമേ ലഭിക്കൂ. ശേഷിക്കുന്നത് പിതാവിൻ്റെ സഹോദരന്മാർക്കിടയിൽ വിഭജിക്കണം. ഈ വ്യവസ്ഥ മറികടക്കാനും സ്വത്തിൽ നിന്ന് ഒരംശം പോലും തൻ്റെ സഹോദരന്മാർക്ക് ലഭിക്കരുതെന്ന സങ്കുചിത ചിന്തയുമാണ് വക്കീലിനെ പുതിയ വിവാഹത്തിന് നിർബന്ധിക്കുന്നത്. ഇത് ഹുസൈൻ സലഫിയുടെ വയലിലും ഇവരുടെ ഫത്വയിലും മത നേതാക്കന്മാരുടെ മറ്റ് ന്യായീകരണങ്ങളിലൊക്കെ കാണുന്ന ഒരു ട്വിസ്റ്റിംഗ് ആണ്. അതായത് കാര്യത്തെ എന്താണോ ഈ വക്കീലും അതുപോലെ തന്നെ ഷീന മാഡവും ഉദ്ദേശിച്ചത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോമാൻ ഇറക്കുകയാണ്. ഇവരാരും അവരുടെ സഹോദരന്മാർക്ക് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി പോയി വിവാഹം നടത്തിയിട്ടില്ല.
അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല, അവകാശപ്പെട്ടിട്ടുമില്ല. സഹോദരൻ്റെ ഭാര്യ കൂടി സാക്ഷിയാവാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ നമ്മൾ ഓർക്കണം. എന്നിട്ട് അവർ കുടുംബത്തെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഹുസൈൻ സലഫിയൊക്കെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് സഹോദരന് സ്വത്ത് കൊടുക്കുന്നതിലുള്ള കുശുമ്പ് കൊണ്ടും അസൂയ കൊണ്ടുമാണ്, സങ്കുചിത ചിന്ത കൊണ്ടുമാണ് എന്നാണ്. അങ്ങനെ അല്ല. സഹോദരന് സ്വത്ത് കിട്ടുന്നത് എപ്പോഴാണ്? ഇവരുടെ പെൺമക്കൾ മാത്രമാകുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമേ ഈ സഹോദരന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ സഹോദര സ്നേഹം പറഞ്ഞു വരുന്ന മൗലവിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവർക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹോദര സ്നേഹമൊക്കെ എവിടെ പോവും? അപ്പോൾ സഹോദരന് സ്വത്ത് വേണ്ടേ? അപ്പോൾ പറയുന്നത് ഈ ആൺകുട്ടി ഉണ്ടാവുമ്പോൾ സംരക്ഷിക്കാൻ ആളുണ്ട്, ഈ ആൺകുട്ടി ഇല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ഈ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സുക്കൂർ വക്കീലിന് ഇപ്പോൾ 1 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ബാക്കിയുള്ള പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കൂടെ 1 വയസ്സായ ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ഈ ചെറിയ ആൺകുട്ടി ഈ പ്രായപൂർത്തിയായ 3 പെങ്ങന്മാരെ സംരക്ഷിക്കും. അപ്പോൾ അവരാരാ സംരക്ഷിക്കാം? ഷുക്കൂർ വക്കീൽ അല്ലെങ്കിൽ അവരുടെ ഉമ്മ മരിച്ചുപോയി എന്ന് വിചാരിച്ചാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ പെൺമക്കളെ സംരക്ഷിക്കാൻ ഈ മുട്ടൂത്തി നടക്കുന്ന ആൺകുട്ടിക്ക് കഴിയുമോ? അപ്പോൾ സംരക്ഷിക്കാൻ ഈ എളാപ്പാർക്കും മൂത്താപ്പാർക്കും ഉത്തരവാദിത്തമില്ലേ? എളാപ്പാർക്കും മൂത്താപ്പാർക്കും ഈ കുട്ടികളെ അനാഥരാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവരെ നിർവഹിക്കുകയാണ് വേണ്ടത്. അതിന് ഇവരുടെ സ്വത്ത് വേണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള? സ്വത്ത് വാങ്ങിയിട്ട് സംരക്ഷിക്കാൻ എളാപ്പിയും മൂത്താപ്പിയും രക്തബന്ധുക്കളും ആവശ്യമില്ലല്ലോ. അതിന് നാട്ടുകാരെ വിളിച്ചാലും വരുമല്ലോ സ്വത്തുണ്ടെങ്കിൽ. സ്വത്ത് കിട്ടിയിട്ടേ സംരക്ഷിക്കൂ എന്ന് പറയുന്നതാണ് സങ്കുചിതത്വം. ആ സങ്കുചിതത്വമാണ് നിങ്ങളുടെ മതം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മതം യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതൊക്കെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന യുക്തിയാണ്. മതത്തിൻ്റെ യുക്തിയൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. മതത്തിൽ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നും അതിൻ്റെയൊക്കെ യുക്തി എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഫത്വയുടെ അവസാനം ഒരു ഖുർആൻ വാക്യം ഉണ്ട്. ആ ഖുർആൻ വാക്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാം. എന്തായാലും ഈ ന്യായമൊന്നും അവിടെ നടപ്പില്ല. ആൺകുട്ടികളുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു സഹോദര സ്നേഹവും സഹോദര ബന്ധവും ഒക്കെ ഈ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുമ്പോൾ മാത്രം കടന്നു വരുന്നതിലെ വിവേചനം തന്നെയാണ് വിഷയം. അതുതന്നെയാണ് ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യവും. പെൺകുട്ടികളാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവർക്ക് ഇവരുടെ സ്വത്ത് കിട്ടാതെ പോകുന്നു, മുഴുവൻ കിട്ടാതെ പോകുന്നു. എന്നാൽ ഒരു ആൺകുട്ടി പേരിനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. പെൺകുട്ടികളാണ് എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് അർഹതപ്പെട്ട അവരുടെ അച്ഛനും അമ്മയും സമ്പാദിച്ച സമ്പത്തിൻ്റെ ഒരു പങ്ക് അവരുമായി ഒരു ബന്ധവുമില്ലാത്ത, അവരെ സംരക്ഷണത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ആളുകൾക്ക്, ബന്ധുക്കൾക്ക് അന്യാധീനപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അവരെ സംരക്ഷിക്കുന്നവർക്ക് കൊടുക്കേണ്ടതാണ് ഈ വിഹിതമെങ്കിൽ ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന അവരുടെ ഭർത്താക്കന്മാർക്കാണ് അത് കൊടുക്കേണ്ടത്. സ്ത്രീധനമായിട്ടാണ് കൊടുക്കേണ്ടത്. സംരക്ഷണ ചുമതല എന്ന ന്യായം ഏറ്റവും കൂടുതൽ യോജിക്കുക നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിനാണ്. കാരണം മക്കളെ കല്യാണം പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടികളെ സംരക്ഷിക്കാനുള്ള പുരുഷനാണ് ഏറ്റെടുക്കുന്ന ഭർത്താവ്. അപ്പോൾ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വത്തിൽ ഒരു പങ്ക് കൊണ്ടേ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിനാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ സ്ത്രീധനം ഉണ്ടോ? ഇല്ല. ഇസ്ലാമിൽ പെണ്ണിന് പൈസ അങ്ങോട്ട് കൊടുക്കുന്ന കച്ചവടമാണുള്ളത്. അപ്പോൾ ആ ന്യായം പോലും ഇവിടെ യോജിക്കുന്നതല്ല. സംരക്ഷണവും ചുമതലയായിട്ടും ഉത്തരവാദിത്തമായിട്ടൊന്നും ഒരു ബന്ധമില്ല. സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം രക്തബന്ധത്തിൻ്റെ പേരിലുണ്ടെങ്കിൽ ആ സംരക്ഷണം ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. അല്ലാതെ അതിന് ഇവരുടെ സ്വത്ത് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതാണ് സ്വാർത്ഥത, അതാണ് അന്യായം എന്ന് പറയുന്നത്. ഇനി ഈ കുടുംബത്തിൽ ആൺകുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞ ചെറിയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ചെറിയ കുട്ടി ഈ മുതിർന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ ആരാണ് സംരക്ഷിക്കാനുള്ളത്? ആ സംരക്ഷിക്കാനുള്ളവർക്ക് എവിടെ സ്വത്തിൻ്റെ വിഹിതം? അവിടെ സ്വത്തിൻ്റെ വിഹിതം ഒന്നും പോകുന്നില്ലല്ലോ. ഈ മക്കൾക്ക് മാത്രമാണല്ലോ കിട്ടുന്നത്. ഈ മുട്ടൂത്തി അടക്കുന്ന ആൺകുട്ടിക്കാണല്ലോ ഈ സ്വത്തിൽ ഒരു പങ്ക് കിട്ടുന്നത്, പെൺകുട്ടികൾക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി എന്നുള്ള പങ്ക് കിട്ടുന്നത്. അവിടെ ഈ മുട്ടൂത്തി അടക്കുന്ന ആൺകുട്ടി ബാക്കിയുള്ള മുതിർന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ ആരാ സംരക്ഷിക്കേണ്ടത്? ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കുടുംബ വ്യവസ്ഥയും കുടുംബ സാഹചര്യവും അനുസരിച്ച് പ്രാഥമികമായ ഉത്തരവാദിത്വം ഉമ്മയുടെയാണ്. അങ്ങനെ ഉമ്മയാണ് മക്കളെ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവരുടെ കേസ് തന്നെ എടുത്തു നോക്കൂ. ഇപ്പോൾ ഷുക്കൂർ വക്കീലാണ് മരണപ്പെടുന്നതെങ്കിൽ പിന്നെ മക്കളുടെ കാര്യം, മക്കളെ സംരക്ഷിക്കേണ്ട ചുമതല ഉമ്മാക്കാണ്. ഉമ്മ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്,
ഉമ്മ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, വലിയ വലിയ ചുമതലകൾ നിർവഹിക്കുന്നുണ്ട്. ഒരു വലിയ വ്യക്തിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് തൻ്റെ കുടുംബത്തിലെ 3 മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല. വാപ്പ മരിച്ചാൽ ആര് പറഞ്ഞു സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ്? ഈ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മാക്ക് സംരക്ഷിക്കേണ്ട പ്രായത്തിലാണ് മക്കളെങ്കിൽ. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആരും സംരക്ഷിക്കേണ്ട കാര്യമല്ല. കാരണം ഈ മക്കൾ തന്നെ സ്വന്തമായി ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി സ്വയം സംരക്ഷിക്കാനുള്ള പ്രാപ്തി നേടിയ മക്കളാണ്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വത്ത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ആ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വത്ത് ഉപയോഗിച്ച് അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ കഴിയും. ഇവിടെ ഇസ്ലാമിൻ്റെ ആളുകൾ പറയുന്നത് പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നെ കാലാകാലം ഒരു ചാക്കിൽ കെട്ടിവെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ശുദ്ധാസംബന്ധം, മനുസ്മൃതിയേക്കാൾ വൃത്തികെട്ട അസംബന്ധമാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഈ ഒരൊറ്റ കുടുംബത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഷുക്കൂർ വക്കീൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷുക്കൂർ വക്കീലിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാൻ ഈ ഷുക്കൂർ വക്കീലിൻ്റെ സഹോദരന്മാരുടെ ഒരു സംരക്ഷണവും ആവശ്യമില്ല. കാരണം ആ കുട്ടികളെ അല്ല, ഒരു സർവകലാശാലയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഈ ഷീന മാഡത്തിന് അവരുടെ 2-3 പെൺകുട്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ലേ? ഇനി ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ആരെങ്കിലും ഇതിനെ സംരക്ഷിക്കുന്നത്? അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. വിദ്യാഭ്യാസവും ജോലിയുള്ള കൂട്ടത്തിൽ അവരുടെ വാപ്പാൻ്റെ സ്വത്തിൻ്റെ വിഹിതവും കൂടെ കിട്ടിയാൽ അവർക്കിവിടെ സ്വയം സംരക്ഷിച്ച് ജീവിക്കാം. അതിനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അതാണ് മനുഷ്യൻ, അതാണ് ആധുനിക മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളായി ജനിച്ചവരൊക്കെ ഇങ്ങനെ ചാക്കിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ കെട്ടിവെക്കാനുള്ളതും ഈ ആണുങ്ങൾക്ക് കൊണ്ടു നടക്കാനുള്ളതുമായിട്ടുള്ള വെറും വസ്തുക്കളാണ്. ആ സങ്കല്പത്തിൽ നിന്നാണ് ഈ മതനിയമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ മതനിയമങ്ങൾ കാലഹരണപ്പെട്ടതാണ് എന്ന് തന്നെയാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. നിങ്ങളും അത് തന്നെയാണ് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് സമ്മതിക്കുമ്പോൾ സ്വയം പരിഹാസ്യമായ വാദങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഖണ്ഡിക, സാമ്പത്തിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളെ സമഗ്രമായി മനസ്സിലാക്കാത്തതിൻ്റെ ദുരന്തമാണ് ഇത്തരം ആലോചനകൾ. നമ്മുടെ സമ്പത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതിൻ്റെ സമ്പാദനവും നിയോഗവുമെല്ലാം അവൻ നിശ്ചയിച്ച വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ നടത്താവൂ. ഇവിടെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളെ പറ്റി സമഗ്രമായി മനസ്സിലാക്കാത്ത ദുരന്തമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഇസ്ലാമിലെ നിയമങ്ങൾ ഉണ്ടായ ചരിത്ര സന്ദർഭത്തെക്കുറിച്ചുമൊക്കെ സമഗ്രമായ യുക്തിപരമായ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള യാതൊരു അടിസ്ഥാന ധാരണയും നിങ്ങൾ മതപണ്ഡിതന്മാർക്ക്, നിങ്ങൾ മത നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയതാണ് ഈ പറയുന്ന എല്ലാ ആഭാസത്തരങ്ങൾക്കും കാരണം. അതല്ല എങ്കിൽ ആ ചരിത്ര സന്ദർഭത്തിൽ അന്ന് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വെളിപാടുകൾ ആ കാലഘട്ടത്തിലെ കുടുംബ വ്യവസ്ഥയുമായിട്ടും ആ കാലഘട്ടത്തിലെ ജീവിതവും സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നും അത് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക്, മുസ്ലിങ്ങളായാൽ പോലും അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ ഇന്ന് കൊണ്ടു നടക്കാൻ പറ്റിയ സാധനമല്ല എന്നും തിരിച്ചറിയാനുള്ള സമഗ്രബോധവും യാഥാർത്ഥ്യബോധവും ചരിത്രബോധവും നിങ്ങൾക്കില്ലാതെ പോയതാണ് അടിസ്ഥാനപരമായ കാരണം. അത് നിങ്ങൾക്കില്ലാതെ പോകാൻ കാരണം ഇതൊക്കെ അള്ളാഹു ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയതാണ് എന്ന നിങ്ങളുടെ അന്ധവിശ്വാസമാണ്. ഇതൊന്നും അള്ളാഹു കെട്ടിയിറക്കിയതല്ല. അള്ളാഹു തന്നെ മുഹമ്മദിൻ്റെ തലയ്ക്കകത്ത് ജീവിച്ചിരുന്ന ഒരു സങ്കല്പ ജീവിയാണ്. ഹൃദയത്തിലാണെന്നാണ് മുഹമ്മദ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹൃദയത്തിലല്ല, തലയ്ക്കകത്താണ് ജീവിച്ചിരുന്നത്. മുഹമ്മദ് വഫാത്തായ അന്ന് തന്നെ വഫാത്തായി പോയ ഒരു ദൈവമാണ് അള്ളാഹു. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ മക്കയിലെ പാഗൻ അറബികളുടെ, മക്കയിലെ ഖുറൈശികൾ ഉൾപ്പെടെയുള്ള അന്നത്തെ വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകളുടെ വിശ്വാസ ലോകത്ത് ജീവിച്ചിരുന്ന ഒരാകാശ ദൈവം മാത്രമായിരുന്നു, ഒരു ഗോത്ര ദൈവം മാത്രമായിരുന്നു അള്ളാഹു. ആ അള്ളാഹു എന്ന ദൈവത്തെ മക്കയിലും ചുറ്റുപാടിലല്ലാതെ ലോകത്തെ എവിടെയും ആരും അതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ അള്ളാഹു എന്ന ഗോത്ര ദൈവത്തെ പിടിച്ച് മുഹമ്മദിൻ്റെ തലയിലേറ്റിക്കൊണ്ട് നടന്നു. എന്നിട്ട് ആ അള്ളാഹു എന്ന ഗോത്രദൈവം പറയുന്നതാണ് താൻ പറയുന്നത് എന്ന് അന്നത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഹമ്മദ് ശ്രമിച്ചു. അങ്ങനെ മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിർദ്ദേശിച്ച
തീർത്തും യുക്തിരഹിതമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു സമാഹാരം മാത്രമാണ് ഇസ്ലാം. അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രബോധത്തോടെ, യുക്തിബോധത്തോടെ, യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. ആ ഇല്ലാത്തത് കൊണ്ടും സമഗ്രബോധമില്ലാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇത്തരം അസംബന്ധങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്. ഇവിടെ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മൗലിയാർ പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾ, അങ്ങനെയാണ്, അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളുടെ യുക്തി ചോദ്യം ചെയ്യാൻ ഈ വക്കീലാരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന ആൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങളിൽ നമ്മളുടെ യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുന്നു എന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ യുക്തി നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് നമ്മളങ്ങ് കണ്ണും പൂട്ടി അംഗീകരിച്ചാൽ അതങ്ങ് അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെ പിന്നെ അള്ളാഹു ഓരോ കാര്യങ്ങളും പറഞ്ഞതിൻ്റെ യുക്തി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ മൂപ്പര് യുക്തി ഉണ്ടാക്കുകയാണ്. അള്ളാഹു പറയാൻ കാരണം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് യുക്തി മെനഞ്ഞ് ഉണ്ടാക്കി തരികയാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം. അള്ളാഹു പറഞ്ഞതാണ്, പിന്നെ അതിൻ്റെ യുക്തി ഒന്നും നോക്കണ്ട, അത് അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയുടെ ഒരു സത്യസന്ധമായ വിശ്വാസ നിലപാടാണ്. നമുക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ പിന്നെ അതിൻ്റെ യുക്തിയും പറഞ്ഞു വരരുത്. യുക്തി പറഞ്ഞു വരികയാണെങ്കിൽ അതേ യുക്തി ഉപയോഗിച്ച് മറുചോദ്യങ്ങൾ ഉണ്ടാവും. ആ മറുചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇതാണ് എം അക്ബറും കൂട്ടരും ശാസ്ത്രം പറഞ്ഞു വരുന്നതിൻ്റെയും പ്രശ്നം. ഖുർആൻ ശാസ്ത്രം പഠിപ്പിക്കാൻ വന്ന പുസ്തകമല്ല, അതുകൊണ്ട് അതിൽ ശാസ്ത്രം നോക്കേണ്ടതില്ല എന്ന നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചിരുന്നു എങ്കിൽ നമുക്ക് ഇതിനൊന്നും എതിരായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ഖുർആൻ നിറയെ ശാസ്ത്രം കുത്തി നിറച്ചിരിക്കുകയാണ്, തിരികെ കയറ്റിയിരിക്കുകയാണ്, ശാസ്ത്രം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള ബടായിയുമായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഖുർആനിലുള്ള ശാസ്ത്രത്തിൻ്റെ ചേലുംകോലുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ യുക്തിയും പറഞ്ഞു വരികയാണ് നിങ്ങൾ. ഈ പറഞ്ഞ സ്ത്രീവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ, യുക്തിഹീനമായ, കാലഹരണപ്പെട്ട നിയമങ്ങൾ നമ്മൾ വിമർശിക്കുമ്പോൾ അതിനൊക്കെ ഓരോരോ യുക്തി എഴുന്നള്ളിക്കുമ്പോഴാണ് അതിൻ്റെ മറുയുക്തി നമുക്ക് പറയേണ്ടി വരുന്നത്. അള്ളാഹിൻ്റെ നിയമമാണ്, യുക്തി നോക്കേണ്ടതില്ല എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ യുക്തിയുടെ കാര്യം പറയരുത്. ഒരു നിയമത്തിന് ഇന്ന കാരണങ്ങളാണ് എന്ന് വിശദീകരിക്കരുത്. അതൊന്നും ഇസ്ലാമിൽ വിശദീകരിച്ചിട്ടില്ല, നബി വിശദീകരിച്ചിട്ടില്ല. നബിയുടെ മുമ്പിൽ വന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അപ്പോൾ നബിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അങ്ങ് വെളിപാടായിട്ടും അല്ലാതെയും പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞതാണ് ഈ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ അന്നത്തെ അറേബ്യയിലെ ഗോത്ര ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ആ നിയമങ്ങളും കാര്യങ്ങളും ഇന്നത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കല്യാണങ്ങളൊക്കെ നടത്തേണ്ടിയും വരുന്നത്. സ്രഷ്ടാവിൽ, അടുത്ത കണ്ണിക, സ്രഷ്ടാവിൽ വിശ്വസിക്കുകയും അവൻ്റെ നിയമങ്ങളുടെ പൂർണ്ണത അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ഇതിൽ ഒട്ടും പരിഭവമുണ്ടാകില്ല. ധനസമ്പാദനവും വിനിയോഗവുമെല്ലാം തന്നിഷ്ടം പോലെയാകാമെന്ന ദുർചിന്തയോ മരണാനന്തരം തൻ്റെ സമ്പാദ്യം താൻ ഇച്ഛിക്കും പോലെ വിഭജിക്കണമെന്ന ദുർവാശിയോ അവർക്കുണ്ടാകില്ല. ഇവിടെ ദുഷ്ചിന്തയും ദുർവാശിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. പിന്നെ സ്രഷ്ടാവിൻ്റെ നിയമത്തിൻ്റെ പൂർണ്ണതയിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, അല്ലെ അത് അംഗീകരിക്കാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത്. സ്രഷ്ടാവിൻ്റെ നിയമങ്ങളിൽ പൂർണ്ണത അറിയണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലെ ഓരോ നിയമങ്ങളുടെയും കാര്യത്തിൽ കാലാകാലങ്ങളിലായി ഈ മതം പഠിച്ച പണ്ഡിതന്മാർ നടത്തുന്ന അടിയും പിടിയും തമ്മിൽ തല്ലും നോക്കിയാൽ മതി. ഒരു നിയമം, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു നിയമം അത് എന്താണ് എന്ന് വായിക്കുന്നവർക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു 900 ബ്രാക്കറ്റ് ഇട്ടിട്ട് മുഫസ്സിറുകൾ അതിനകത്ത് എഴുതി ചേർക്കണം, ഇത് ഇന്നതാണെന്ന്. അങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതി ചേർക്കുമ്പോഴേ ഓരോ മുഫസ്സിറും അയാൾക്ക് വായി തോന്നിയതാണ് എഴുതി ചേർക്കുന്നത്. അങ്ങനെ തഫ്സീറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഖുർആൻ വാക്യത്തിൽ പറയുന്ന നിയമമായാലും കാര്യമായാലും എന്ത് തന്നെ ആയാലും 900 അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ കാണാം. ഒന്നിനും ഒരു വ്യക്തതയില്ല. പൂർണ്ണത പോയിട്ട് ഒരു ഭാഗികമായ പൂർണ്ണത പോലും ഒന്നിനുമില്ല. ഒരു വാചകം വായിച്ചാൽ എന്ത് കാര്യമാണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഈ അള്ളാഹു വെളിപാട് ഇറക്കി വെച്ചിട്ടുള്ളത്. ആ വെളിപാടുകളെയാണ് പിന്നെ മനുഷ്യരുടെ യുക്തി കൊണ്ട് ഉരുട്ടിയും മറിച്ചും ജ്യൂസ് അടിച്ചിട്ടും ശരിയാക്കിയിട്ടും പെയിൻ്റ് അടിച്ചിട്ടും ഇന്ന് ഒരു കോലത്തിലൊക്കെ ആക്കിയിട്ട് നമ്മളെ മുമ്പിലേക്ക് തരുന്നത്. അങ്ങനെ കോലത്തിലാക്കി നമ്മളെ മുമ്പിലേക്ക് തരുമ്പോൾ തന്നെ സുന്നി ഒന്ന് പറയുന്നു, മുജാഹിദ് വേറൊന്ന് പറയുന്നു, ജമായത്ത് വേറൊന്ന് പറയുന്നു, മറ്റൊരു വേറൊന്ന് പറയുന്നു. ഇങ്ങനെ 900 വ്യത്യാസങ്ങളാണ് ഓരോ കാര്യങ്ങളിലുള്ളത്. എന്ത് പൂർണ്ണതയാണ് കൂട്ടരെ ഈ മതത്തിനുള്ളത്, ഈ മതത്തിലെ നിയമങ്ങൾക്കുള്ളത്. ഞാൻ അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളിലേക്ക് പോയാൽ വൈകുന്നേരം ആവുന്നത് വരെ പറഞ്ഞാലും തീരുമില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം പോകുന്നില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ. താൻ ഇച്ഛിക്കും പോലെ വിഭജിക്കണമെന്ന ദുർവാശി കൊണ്ടൊന്നുമല്ല ഈ വക്കീലും
അദ്ദേഹത്തിൻ്റെ കുടുംബവും രജിസ്റ്റർ ചെയ്യാൻ പോയത്. തൻ്റെ മാത്രം പ്രശ്നത്തിന് വേണ്ടിയുമല്ല അദ്ദേഹം പോയത്. അദ്ദേഹം പോയത് ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ ഇത്തരം മതനിയമങ്ങളെ കാലോചിതമായി മാറ്റുകയും പരിഷ്കരിക്കുകയും വേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഒരു ചർച്ചയാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂട്ടി പോയത്. അത് അവർ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിന് സഹോദരനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ സഹോദരന് സ്വത്ത് കിട്ടിക്കൂടാ എന്നുള്ള ദുർവാശി കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് എല്ലാ കുടുംബങ്ങളിലെയും പെൺകുട്ടികൾക്ക് അവർ മനുഷ്യരാണ്, പൂർണ്ണ വ്യക്തികളാണ് എന്ന നിലയ്ക്ക് അവർക്ക് തുല്യമായ അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്ന ആധുനിക മനുഷ്യൻ്റെ നീതിബോധമാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പ്രേരിപ്പിച്ചത്. അങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. അങ്ങനെയൊന്നും അല്ല, ഇത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് സഹോദരന്മാരോടുള്ള ദേഷ്യം കൊണ്ടാണ്, ഇത് സ്വന്തം സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ ഇന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു തരം താഴ്ന്ന വേലത്തരം എന്നതിനപ്പുറത്ത് ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു നിലവാരവുമില്ല എന്നുള്ളത്. അത് ഹുസൈൻ സലഫിയുടെ വയത് കേൾക്കുമ്പോഴും ഈ ഫത്വ വായിക്കുമ്പോഴും ഒക്കെ ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു വൃത്തികേടുകൾ പുറത്തു വരുന്നതായിട്ട് കാണാം. ഇതൊക്കെ ആ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നും ആ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടായതുകൊണ്ടാണെന്നും ആ കുടുംബത്തിലെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ സാമൂഹിക പ്രാധാന്യം ഈ സമൂഹം ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ യുക്തിയും അയുക്തിയും അതിൻ്റെ നീതിയും അനീതിയും ഒക്കെ ഈ സമുദായത്തിലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടും നടത്തുന്ന ഒരു വൈക്കോലുണ്ട പ്രയോഗമാണ്. വിഷയം മാറ്റാനുള്ള ശ്രമം മാത്രമാണ്. അടുത്ത കണ്ണിക, ഒരാളുടെ മരണത്തോടെ തൻ്റെ സ്വത്ത് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ തിരിച്ചെടുക്കുകയും കുറ്റമറ്റ രീതിയിൽ പുനർവിഭജനം നടത്തുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. മരിച്ച വ്യക്തിയുമായുള്ള ബന്ധം, അവകാശിയുടെ ജീവിത പ്രതീക്ഷ, ഉത്തരവാദിത്തങ്ങൾ എന്നീ 3 മാനദണ്ഡങ്ങളാണ് യഥാക്രമം ഈ വിഭജനത്തിന് പരിഗണിക്കുന്നത്. ഇതിലെ അന്തരങ്ങൾ ഒരുപക്ഷെ അവകാശികൾക്കിടയിൽ സ്വത്ത് കൂടാനും കുറയാനും തീരെ ലഭിക്കാതിരിക്കാനും വരെ കാരണമാകും. ഈ മാനദണ്ഡം ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥയിൽ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ച് ഒരുപോലെ കുടുംബം പുലർത്തുന്ന, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കുവെക്കുന്ന, സാമൂഹ്യ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കുവെക്കുന്ന ഈ ആധുനിക മനുഷ്യൻ്റെ കുടുംബജീവിത വ്യവസ്ഥയുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല ഈ പറയുന്ന മാനദണ്ഡങ്ങളും ആ മാനദണ്ഡങ്ങളനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളും. അതുകൊണ്ടാണ് ഇത് കാലഹരണപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളേ അല്ല ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. അടുത്തത്, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഈ മാനദണ്ഡങ്ങളെല്ലാം അനന്തര സ്വത്തുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. എന്നാൽ ജീവിതകാലത്ത് സമ്പാദ്യം മുഴുവനും പെൺകുട്ടികൾക്ക് വീതം വെച്ച് നൽകുന്നതിന് മതത്തിൽ തടസ്സമില്ല. അതിനാൽ തന്നെ ഇസ്ലാമിക നിയമം മറികടക്കാൻ രജിസ്റ്റർ വിവാഹം എന്ന സാഹസത്തിനൊരുങ്ങേണ്ടതുമില്ല. ഈ ഖണ്ഡികയിൽ നല്ല അസല് കോമഡി ഉണ്ട്, അസല് സെൽഫ് ഗോളുണ്ട്. അതാണ് ഒന്നാമത്തെ വാചകം. നോക്കി, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഈ മാനദണ്ഡങ്ങളെല്ലാം അനന്തര സ്വത്തുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അല്ല കൂട്ടരെ, നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പകുതിയാണ് സ്വത്തവകാശം എന്ന് പറഞ്ഞത് സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ മാത്രം സ്ത്രീകളെ പരിഗണിക്കുന്ന രീതിയല്ല, സ്ത്രീകളെ പകുതിയായി പരിഗണിച്ചത് കൊണ്ടല്ല. മറിച്ച് സ്ത്രീകളുടെ വ്യക്തിത്വം തന്നെ പുരുഷൻ്റെ പകുതിയാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അനന്തരാവകാശം മാത്രമല്ല സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി എന്ന് ഖുർആനും ഇസ്ലാമും നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ടതിന് വാങ്ങുന്ന ബ്ലഡ് മണി ഉണ്ടല്ലോ, നഷ്ടപരിഹാരമായി വാങ്ങുന്ന പൈസ, അതുപോലും പുരുഷൻ കൊല്ലപ്പെട്ടാൽ വാങ്ങുന്നതിൻ്റെ പകുതി എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലൊക്കെ ഇപ്പോഴും നിലവിലുള്ള നിയമം അനുസരിച്ച് അവിടെ ബ്ലഡ് മണി ആണിന് ഇരട്ടിയും പെണ്ണിന് പകുതിയും എന്ന നിയമമാണ് നിൽക്കുന്നത്. എന്ത് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്ലഡ് മണിയിൽ? എന്ത് സംരക്ഷണം? ആരെ സംരക്ഷിക്കുന്ന കാര്യമായി പറയുന്നത്? പെണ്ണ് കൊല്ലപ്പെട്ടാൽ പകുതി, ആണ് കൊല്ലപ്പെട്ടാൽ ഇരട്ടി എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത് എന്ന് മാത്രമല്ല, ഇത് സ്വത്തവകാശത്തിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിൻ്റെയോ കാര്യത്തിൽ മാത്രമല്ല ഈ പകുതിയും ഇരട്ടിയും.
വ്യക്തിത്വം തന്നെ പകുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ യാതൊരു അംഗീകാരവും ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നില്ല. പൊതുവായിട്ടുള്ള വ്യവഹാരങ്ങളിൽ, എന്തെങ്കിലും ഇടപാടുകളിൽ ഒരു സാക്ഷി നിൽക്കാൻ നിങ്ങൾ 2 പുരുഷന്മാരെ സാക്ഷികളാക്കി നിർത്തുന്നതിന് പകരം സാക്ഷികളായി സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന സാഹചര്യത്തിൽ മാത്രം സ്ത്രീകളെ സാക്ഷിയാക്കാം എന്നാണ് ഇസ്ലാമിലെ നിയമം. അങ്ങനെ സാക്ഷിയാക്കുമ്പോൾ ഒരു പുരുഷന് പകരം 2 സ്ത്രീകൾ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഇടപാടിന് 2 ആണുങ്ങൾ സാക്ഷി പറയുന്നതിന് പകരം ആണുങ്ങൾ സാക്ഷികളായിട്ടില്ല എങ്കിൽ 4 പെണ്ണുങ്ങൾ വന്ന് സാക്ഷി പറയണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ സാക്ഷ്യത്തിന് പുരുഷ സാക്ഷ്യത്തിൻ്റെ പകുതി മൂല്യമേ ഉള്ളൂ എന്നർത്ഥം. ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ പകുതി എന്നർത്ഥം. അതിനപ്പുറത്തും അതിനൊന്നും പറയാനില്ല. ആദ്യത്തെ ഖണ്ഡികയിൽ വിരോധാഭാസം പറഞ്ഞ് കളിയാക്കിയാലോ വക്കീലിനെ. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഈ മുസ്ലിം മൗലവിമാരും പണ്ഡിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തെരഞ്ഞെടുപ്പ് കാലം വന്നാൽ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, വീട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയിട്ട്. അവർ വോട്ട് ചെയ്യുന്നത് എങ്ങനെ? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ ബാലറ്റ് പെട്ടിയിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരേപോലെയുള്ള വോട്ടാണ് ചെയ്യുന്നത്, ഒരേ വോട്ടിംഗ് മെഷീനിലാണ് വോട്ട് ചെയ്യുന്നത്. അത് എണ്ണുമ്പോൾ പെണ്ണുങ്ങളുടെ വോട്ടെല്ലാം 2 കൊണ്ട് ഹരിച്ചിട്ട് പകുതിയായിട്ട് കണക്കൂട്ടിയിട്ടാണോ ഇലക്ഷൻ്റെ റിസൾട്ട് പറയുന്നത്? ആണുങ്ങളുടെ വോട്ട് വേറെ പെട്ടിയിലും പെണ്ണുങ്ങളുടെ വോട്ട് വേറെ പെട്ടിയിലും ഇട്ടിട്ട് ആണുങ്ങളുടേത് പൂർണ്ണമായിട്ട് എണ്ണി അത് പൂർണ്ണ എണ്ണവും പെണ്ണുങ്ങളുടേത് എണ്ണി 2 കൊണ്ട് ഹരിച്ചിട്ട് പകുതിയും എന്ന് കണക്ക് കൂട്ടിയിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടത്തുന്നത്. എന്താ കാരണം? വോട്ട് എന്ന് പറയുന്നത് ഒരാളുടെ സാക്ഷ്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു സാമൂഹ്യ ഇടപാടിലുള്ള ഒരു സാക്ഷ്യമാണ് വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ആണിനും പെണ്ണിനും നമ്മുടെ രാജ്യത്ത് തുല്യമാണ്. അപ്പോൾ ഇസ്ലാമികം അനുസരിച്ച് വക്കീൽ പോയി കല്യാണം കഴിച്ചത് വിരോധാഭാസമല്ലേ എന്ന് ചോദിക്കുന്ന മൗലവിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് വോട്ട് ചെയ്യുന്നത് വിരോധാഭാസമല്ലേ? നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പോയിട്ട് വോട്ട് ചെയ്തിട്ട് ആ വോട്ടിന് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നുണ്ടല്ലോ, അത് വിരോധാഭാസമല്ലേ? അത് അനിസ്ലാമികമല്ലേ? അത് അനിസ്ലാമികമാണെന്ന് പറയുന്ന പണ്ഡിതന്മാർ ലോകത്തുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശമേ ഇല്ല പല ഇസ്ലാമിക രാജ്യങ്ങളിലും. അടുത്ത കാലത്താണ് അതൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. പാകിസ്ഥാനിൽ മുമ്പ് സിയാവുൽ-ഹക്കിൻ്റെ കാലത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മൗലവിമാരുടെ ഒരു 3 അംഗ കമ്മീഷനെ വെച്ചു. 3 തരത്തിലുള്ള 3 പണ്ഡിതന്മാരെ. ആ കമ്മീഷനിൽ 3 അംഗങ്ങളിൽ ഒരംഗം പറഞ്ഞത് വോട്ടവകാശം കൊടുക്കാം, പക്ഷേ പകുതി എന്നാണ്. ഞാനീ പറഞ്ഞതുപോലെ 2 തരം ബാലറ്റ് കൊടുത്തിട്ട് പകുതിയായിട്ട് കണക്ക് കൂട്ടാമെന്നാണ്. കാരണം അതാണ് ഇസ്ലാമികം എന്ന് പറഞ്ഞ്. കാരണം ഇതൊരു സാക്ഷ്യം പറയാനാണല്ലോ. അപ്പോൾ പെണ്ണിൻ്റെ സാക്ഷ്യം ആണിൻ്റെ പകുതി എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും അനന്തരാവകാശ കാര്യങ്ങളിലും മാത്രം ബാധകമാണ് ഈ പെണ്ണിന് പകുതി എന്നിവിടെ എഴുതി വെച്ചത്. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾ ആളെ പറ്റിക്കലാണ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് പെണ്ണിനെ ഇങ്ങനെ പകുതിയാക്കിയത്? പെണ്ണിൻ്റെ സാക്ഷ്യവും പെണ്ണിൻ്റെ അവകാശങ്ങളും പെണ്ണിൻ്റെ സ്വത്തുമൊക്കെ പകുതിയാക്കിയത്? അതിന് മുത്ത് നബി വിശദമായിട്ട് പെണ്ണുങ്ങളോട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ദീനും കുറവാണ്, ബുദ്ധിയും കുറവാണ് എന്ന്. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണ് നിങ്ങളുടെ സാക്ഷ്യം പകുതിയാക്കിയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആണിൻ്റെ പകുതി ബുദ്ധിയുള്ള 2ാം തരം ജീവിയാണെന്നും ആണിൻ്റെ പകുതി അവകാശങ്ങളുള്ള 2ാം തരം ജീവികളാണ് എന്നും എഴുതി വെച്ച സിദ്ധാന്തമാണ് കൂട്ടരെ അള്ളാഹു ആകാശത്തുനിന്ന് കെട്ടിയിറക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന മതം, ഇസ്ലാമിൻ്റെ വെളിപാട് പുസ്തകവും. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എഴുതി വെച്ചത് തെറ്റാണ്. അനന്തരാവകാശത്തിൽ മാത്രം ബാധകമായ കാര്യമല്ല ആണും പെണ്ണും തമ്മിലുള്ള ഈ വിവേചനം. ഇസ്ലാമിൻ്റെ ബേസിക് തത്വം തന്നെ പെണ്ണ് ആണിൻ്റെ പകുതി എന്നതാണ്. ആ ഖണ്ഡികയിൽ അടുത്ത വാക്യം എങ്ങനെയാണ്? ജീവിതകാലത്ത് സമ്പാദ്യം മുഴുവനായും പെൺകുട്ടികൾക്ക് വീതം വെച്ച് നൽകുന്നതിന് മതത്തിൽ തടസ്സമില്ല. അതിനാൽ തന്നെ ഇസ്ലാമിക നിയമം മറികടക്കാൻ രജിസ്റ്റർ വിവാഹം എന്ന സാഹസത്തിന് ഒരുങ്ങേണ്ടതില്ല. ഇതിൻ്റെ പച്ച മലയാളം എന്താണെന്ന് ഈ പറഞ്ഞതിൻ്റെ? അള്ളാഹു ഒരു പൊട്ടനാണ് എന്നാണ്. നിങ്ങൾ അള്ളാഹു പൊട്ടനാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത്? എന്താ എഴുതി വച്ചിരിക്കുന്നത്? ഇസ്ലാമിക നിയമത്തെ മറികടന്നുകൊണ്ട് പെൺകുട്ടികൾക്ക് സ്വത്തുക്കൾ മുഴുവൻ കിട്ടാൻ വേറെ പല തരികിടകളും ഒപ്പിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ഒരു മതേതര വിവാഹം നടത്തുക എന്ന ഒരു സാഹസത്തിനൊന്നും പോകേണ്ടതില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
സമുദായത്തിലെ സാധാരണക്കാരുടെ ഇടയിലല്ല, സമുദായത്തിന് നേതൃത്വം നൽകുന്ന തലയിക്കെട്ടും തൊപ്പിയും വെച്ച് നടക്കുന്ന മത നേതാക്കൾ, സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം വഹിക്കുന്ന എല്ലാ സംഘടനയുടെ നേതാക്കന്മാർ അവരുടെ കുടുംബങ്ങളിൽ പെൺമക്കൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ ആ സ്വത്തുക്കൾ പെൺമക്കളുടെ പേരിലേക്ക് തരികിട മറിച്ച് ഒപ്പിച്ച് മാറ്റിവെച്ചിട്ടുണ്ടാവും. മരിച്ചുപോയാൽ സഹോദരങ്ങൾക്ക് കിട്ടരുത് എന്ന ദുർവാശിയും ധാഷ്ട്യവും, ഇവിടെ എഴുതി വെച്ച അതേ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, ദുർവാശിയും ധാഷ്ട്യവും ഒക്കെ വെച്ചുകൊണ്ട് സ്വന്തം മക്കൾക്ക് കിട്ടണമെന്ന സ്വാർത്ഥ താല്പര്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തെ മറികടക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ തരികിട ഒപ്പിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തരികിട ഒപ്പിക്കുമ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മണങ്ങനാണ് ഞങ്ങളുടെ അള്ളാഹു എന്നർത്ഥം. നിങ്ങൾ ഈ സ്വത്തുക്കൾ ഇങ്ങനെ മക്കളുടെ പേരിലേക്ക് ഏതെങ്കിലും രീതിയിൽ മാറ്റി മറിച്ചു ആക്കി വെക്കുമ്പോൾ, രജിസ്റ്റർ ചെയ്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കൾക്ക് തീരെ എഴുതി കൊടുക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ കണ്ണും പൂട്ടിയിരിക്കുക. അള്ളാഹുവിന് മനസ്സിലാവില്ല ഇത് അള്ളാഹിനെ പറ്റിക്കലാണെന്ന്. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് അനന്തരാവകാശം കിട്ടാതിരിക്കാൻ, അങ്ങനെയാണല്ലോ മൗലിയാന്മാരും നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്, സഹോദരങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം മക്കൾക്ക് കിട്ടണം എന്ന സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ തിരിമറി ചെയ്യുന്നത് അള്ളാഹുവിന് മനസ്സിലാവില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനത്തെ ഒരു അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ഈ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നതും മനസ്സിലാവില്ലല്ലോ, അവിടെയും പൊട്ടനായിട്ടങ്ങ് ഇരുന്നാൽ പോരെ. അള്ളാഹു പൊട്ടനാണ് എന്നാണ് ദാറുൽ ഹുദ ഫത്വയിലെ ഈ ഖണ്ഡികയിൽ ആകെ മൊത്തം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഖണ്ഡിക, തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം മതത്തെ ഉപയോഗിക്കുന്നവരുടെ ഇത്തരം നാടകങ്ങളിലൊന്നും വിശ്വാസികൾ വഞ്ചിതരാകില്ല. എത്തരം നാടകങ്ങൾ? നിങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളിൽ വിശ്വാസികൾ വഞ്ചിതരാകുന്നുണ്ട്. കാരണം മതത്തിന് നേതൃത്വം നൽകുന്ന മൂല്യന്മാരും നേതാക്കന്മാരും തന്നെ അവരുടെ കുടുംബങ്ങളിൽ പെൺമക്കളാണുള്ളതെങ്കിൽ, പെൺമക്കൾ മാത്രമാണ് അവകാശികളായിട്ടുള്ളതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തിരിമറി ചെയ്തുകൊണ്ട് ആ സ്വത്തുക്കൾ പെൺമക്കളുടെ പേരിലാക്കി വെക്കുകയും സ്വന്തം സഹോദരങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിയമപ്രകാരം കിട്ടാൻ പോകുന്ന അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നാടകം കളിക്കുന്നു. ആ നാടകം വിശ്വാസികൾക്ക് എല്ലാവർക്കും ബോധിക്കുന്നുണ്ട്, എല്ലാ വിശ്വാസികളും ആ നാടകത്തിൽ പങ്കുചേരുന്നുണ്ട്. എങ്കിൽ പിന്നെ ശുക്കൂർ വക്കീലും കുടുംബവും ചെയ്ത നാടകത്തിന് മാത്രം എന്താണ് കുഴപ്പം? മതനിയമങ്ങളെ അവഹേളിക്കാനും വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാനുമുള്ള കുൽസിത നീക്കങ്ങളെ അവർ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വിശ്വാസികൾ പ്രതിരോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിഷയം നിങ്ങൾ കുറച്ച് മതനേതാക്കന്മാരിങ്ങനെ വാലുമ്മ തീ പിടിച്ചിട്ട് ഓടി നടക്കുന്നത് പോലെയൊന്നല്ല. സാധാരണക്കാരായ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണിത് എന്നതിന് എനിക്ക് എൻ്റെ ഈ 10-60 കൊല്ലത്തെ ജീവിതകാലത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും നിരവധി അനുഭവങ്ങളുണ്ട്. എത്രയോ ആളുകൾ കരഞ്ഞുകൊണ്ട് ഈ നിയമത്തെ ശപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇത്തരം ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് പല വഴിക്കും ശ്രമങ്ങൾ നടത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. അത്തരം ശ്രമങ്ങൾ നടത്താൻ കഴിയാതെ പോയ ഹതഭാഗ്യരുടെ കുടുംബത്തിൽ ഇതിന് ഇരകളായി തീർന്ന പെൺകുട്ടികളുടെ അവസ്ഥയും എനിക്ക് പരിചയമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പല കുടുംബങ്ങളിൽ, ഈ പെൺമക്കൾ മാത്രമുള്ള പല കുടുംബങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കുശുകുശുക്കലുകളും ചർച്ചകളും ഞാൻ കേട്ടിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇതെന്തൊരു നിയമമാണ്, ഇത് ആരെഴുതി വെച്ച നിയമമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹനെ ഇങ്ങനെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ട് അള്ളാഹനെ ചീത്ത പറയല്ല, കാരണം അതുങ്ങൾക്ക് അതൊന്നും അറിയില്ല, അത് അള്ളാഹിൻ്റെ നിയമമാണ് എന്ന രീതിയിലല്ല അവർ കാണുന്നത്. ഇതൊക്കെ ഏതോ കാലത്ത് ആരോ എഴുതി വെച്ച ഒരു നിയമം എന്നുള്ള നിലക്കാണ് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തെ അവർ കാണുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു പ്രശ്നമൊന്നുമല്ല. മുസ്ലിം സമുദായത്തിൽ നിരവധി കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നമാണ്. ആരും ആഗ്രഹിക്കുന്നില്ല സ്വന്തം സ്വത്തുക്കൾ ഈ പെൺമക്കൾക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് പോകണം എന്നുള്ളത്. കാരണം ഇതിൽ പറയുന്ന ന്യായങ്ങളൊന്നും പ്രായോഗികമേ അല്ല ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ. കാരണം ഇങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുടെ പെൺമക്കൾ അനി അവരുടെ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഉരുളുന്നത്. ഈ സംരക്ഷണ ബാധ്യത ഈ പറയുന്ന ആങ്ങളമാർക്ക്, ഈ സ്വത്ത് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇല്ല. ആ സ്വത്ത് കൊണ്ടുപോകുന്ന, അതിന് അവകാശം പറഞ്ഞു വരുന്ന എളാപ്പയും മൂത്താപ്പയും ഒന്നും ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന ഏർപ്പാടും ഇല്ല. ഈ കുട്ടികളെ ആരാണ് സംരക്ഷിക്കുക? ഈ ഉമ്മയാണ് സംരക്ഷിക്കുക. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ കൂലിപ്പണിക്ക് പോയിട്ടെങ്കിലും മക്കളെ സംരക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഈ പറയുന്ന എളാപ്പയും മൂത്താപ്പയും ഒന്നും വന്ന് സംരക്ഷിക്കാറില്ല. ഇനി ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്നത് ആരാ?
ആ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ള ഭർത്താക്കന്മാരാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്വത്തിൻ്റെ വീതം അവർക്കല്ലേ കൊടുക്കേണ്ടത്? എന്തിനാണ് എളാപ്പാക്ക് കൊടുക്കുന്നത്? സംരക്ഷിക്കാൻ ഭർത്താവ് ഉള്ളപ്പോൾ എന്തിനാണ് എളാപ്പാക്ക് സ്വത്ത് കൊടുക്കുന്നത്? ഇനി എളാപ്പിയും മൂത്താപ്പിയും സംരക്ഷിക്കുന്നവരാണെങ്കിൽ, സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ, സംരക്ഷിക്കണമെന്ന സന്മനസ്സുള്ളവരാണെങ്കിൽ അവർ ഈ സ്വത്ത് കിട്ടിയാലേ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നും പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുന്നവരായിരിക്കില്ല. അവർ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ ആ സ്വത്ത് ആ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അവരെ സംരക്ഷിക്കുക കൂടെ ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. അപ്പോഴേ ഇത് ഒരു നല്ല കാര്യമായിട്ട് മാറുന്നുള്ളൂ. അല്ലാതെ ഈ സ്വത്ത് കൈക്കലാക്കിയിട്ട് സംരക്ഷിക്കാൻ പോവുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഈ സ്വത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ച് വരുന്നത് ആരാണ്? ക്ലെയിം ചെയ്ത് വരുന്നത് ആരാണ്? അങ്ങനെ വരുന്നത് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്തവരും പലപ്പോഴും ഈ കുട്ടികളുടെയും ഈ മരിച്ച വ്യക്തിയുടെയും ശത്രുക്കളായിരുന്ന ആളുകളുമാണ്. അങ്ങനെയുള്ളവരാണ് അവകാശം പറഞ്ഞിട്ട് വാങ്ങാൻ വരിക. അല്ലാത്തവർ അവകാശം വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത എത്രയോ അനുഭവങ്ങൾ അതും നമുക്കുണ്ട്. ഇനി ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായ ഒരു അനുഭവം കൂടെ എൻ്റെ കൂടെ പറയാം. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, എൻ്റെ കുടുംബത്തിലുള്ള ആളാണ്. അയാൾക്ക് 5 പെൺമക്കളായിരുന്നുണ്ട്. ഗൾഫിൽ ഒരുപാട് കാലം ജോലി ചെയ്തു, ഒരുപാട് സ്വത്തൊക്കെ സമ്പാദിച്ച് അയാൾ അവിടുന്ന് കിഡ്നിക്ക് അസുഖം ബാധിച്ച് തിരിച്ചു വന്നു. ആ സമയത്ത് ഞാൻ അയാളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കിട്ടാവുന്ന എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ? എൻ്റെ മക്കൾക്കല്ലേ എൻ്റെ സ്വത്ത് കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആൺകുട്ടികളില്ലല്ലോ, നിങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളത്. നിങ്ങളുടെ സ്വത്തിൻ്റെ 2 ഭാഗം നിങ്ങളെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ കിട്ടുള്ളൂ, ബാക്കി 1/3 നിങ്ങൾ അനുജന് കൊണ്ടുപോകും. അനുജനുണ്ടെന്ന്. ഈ അനുജൻ എന്ന് പറയുന്ന ആൾ ഇയാളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതാണ് അതിലെ രസം. ഇയാളോടും കുടുംബത്തോടും അങ്ങേയറ്റം ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുജൻ മാത്രമാണ് ഇയാൾക്ക് സഹോദരനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 5 മക്കൾക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, 5-ൽ ഓരോരുത്തർക്കും കിട്ടുന്നതിനേക്കാൾ ഉയർന്ന വിഹിതം നിങ്ങളുടെ അനുജന് പോകും. ആകെ സ്വത്തിൻ്റെ 1/3 ഭാഗം അനുജന് പോകും. ആകെ സ്വത്തിൻ്റെ 1/2 ഈ 5 പേർക്കും കൂടെ വീതിച്ച് കിട്ടുന്നതേ നിങ്ങളുടെ മക്കൾക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അറിയുന്നത്. ഇതൊരു പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിൽ പലർക്കും അറിയില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അറിയാത്തവരാണ് സമുദായത്തിൽ കൂടുതൽ ആളുകളും. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോഴാണ് അയാൾ മരിക്കാൻ കിടക്കുന്ന അയാൾ ബേജാറായി വക്കീലിനൊക്കെ വിളിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് പരക്കം പാഞ്ഞ് ഈ സ്വത്തുക്കളെല്ലാം മക്കളുടെ പേരിൽ തീരെഴുതി കൊടുക്കുകയും ആ ഇഷ്ടദാനം കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് മരിക്കുന്നതിന് മുമ്പ് ഒരുവിധം ഈ മക്കളുടെ പേരിലാക്കി. അതും ആ പ്രക്രിയ കഴിഞ്ഞ് അധികം താമസിയാതെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ അധ്വാനിച്ച് സമ്പാദിച്ചതിൻ്റെ 1/3 ഭാഗം അയാളുടെ ജന്മശത്രുവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അയാളുടെ സഹോദരൻ തട്ടിയെടുക്കുമായിരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സംരക്ഷണം ചുമതല എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നേരെ മറിച്ച് അയാളുടെ അനുജൻ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഈ കുട്ടികളെ ഇയാളുടെ മരണശേഷം സംരക്ഷിക്കാൻ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാവുന്ന വിധത്തിലുള്ള നല്ല ബന്ധമാണ് അവരുണ്ടായിരുന്നതെങ്കിൽ ഈ 1/3 ചോദിച്ച് അയാൾ വരികയേയില്ല. ആ 1/3 കൂടെ ഈ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് അയാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന നല്ല മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതും എൻ്റെ കുടുംബത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഈ പറയുന്ന ന്യായങ്ങളെല്ലാം ഓരോരോ മുട്ട് ന്യായങ്ങൾ പറഞ്ഞ് എങ്ങനെങ്കിലും ഈ അള്ളാഹിനെ രക്ഷിക്കണം എന്ന രീതിയിൽ കിടന്ന് പരക്കം പായുക എന്നതിനപ്പുറത്ത് യാതൊരു യുക്തിയുമില്ല, മനുഷ്യത്വവുമില്ല. ഇത് അങ്ങേയറ്റം കാലഹരണപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് പോലും ഒരു സംശയവുമില്ല എന്നുള്ളതാണ് സത്യം. ഇവർ ഒറ്റയ്ക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ ചെവിയോർക്കുകയാണെങ്കിൽ ഇത് കാലഹരണപ്പെട്ടതാണെന്ന് ഇവരുടെ വായിൽ കൂടെ തന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ചെവിയോർത്തിരുന്ന് കേൾക്കാൻ പറ്റും. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. വിശ്വാസികളുടെ ആത്മവീര്യമൊക്കെ ഒരുവിധം ശരിയായിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കുന്നതിൽ ഈ സംഭവം കൂടെ വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആത്മവീര്യം തകർക്കണം, അത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആത്മവീര്യം തകർത്തിട്ടേ ഇതിനെ പരിഷ്കരിക്കാനും കാലത്തിനനുസരിച്ച് മനുഷ്യത്വത്തിനനുസരിച്ച് ഇതിനെ മാറ്റിയെടുക്കാനും കഴിയണമെങ്കിൽ ഈ നിലവിലുള്ള ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹു ഇറക്കിയതാണ്, ഇതിൽ യാതൊരു പ്രശ്നവുമില്ല, ഇതിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മൾ സഹിച്ചോളാം എന്ന ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് തകർക്കുക തന്നെ വേണം എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഈ കുൽസിത ശ്രമങ്ങളെ ശക്തമായി വിശ്വാസികൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒരു പ്രതിരോധവും നടത്താൻ പോകുന്നില്ല. പ്രതിരോധിക്കാൻ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് തീവ്രവാദികൾ ചിലപ്പോൾ പ്രതിരോധിക്കുമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഈ മതം വിറ്റ് ജീവിക്കുന്ന കുറച്ച് മലാക്കന്മാരും മൂല്യന്മാരും
ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കുമായിരിക്കും. ഇവിടെ പ്രതിരോധിക്കും എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഏത് തരത്തിൽ പ്രതിരോധിക്കുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും പ്രതികരിച്ചോളൂ എന്ന ഒരു ധ്വനി കൂടെ ഇതിനകത്തുണ്ട് എന്നതുകൊണ്ട് ഇതിനെ കൃത്യമായി ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇത് ഷുക്കൂർ വക്കീലിനും കുടുംബത്തിനും നേരെയുള്ള ഭീഷണിയാണ്. ഒപ്പം ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും നേരെയുള്ള ഒരു ഭീഷണിയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇത് ഉത്ബുദ്ധ സമൂഹം ശ്രദ്ധിക്കേണ്ട ഒരു വാചകം കൂടിയാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനിയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവസാന ഖണ്ഡിക ഒരു ഖുർആൻ വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ്. ഒരു വിഷയത്തിൽ അള്ളാഹുവും ദൂതനും ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യത്തിൽ സ്വേച്ഛാനുസൃതമുള്ള മറ്റൊരു തീരുമാനമെടുക്കാൻ ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല. അവനും ദൂതനും ആരൊരാൾ എതിര് പ്രവർത്തിക്കുന്നുവോ അയാൾ സ്പഷ്ടമായ മാർഗഭ്രംശത്തിൽ നിബന്ധിച്ചു കഴിഞ്ഞു. 33-ാം അധ്യായത്തിലെ 36-ാം വാക്യമാണ്, അഹ്സാബിലെ 36-ാം വാക്യമാണ്. ഈ ഒരൊറ്റ വാക്യം മതി കൂട്ടരെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുടെ മുഴുവൻ ആത്മവിശ്വാസവും ചോർന്നു പോകുന്നതിന്. വേറൊന്നും വേണ്ട. ഇസ്ലാമിലുള്ള വിശ്വാസം 10,000-കണക്കിന് ആളുകൾക്ക് ലോകത്ത് നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ഒരു ഖുർആൻ വാക്യമാണിത്. 10,000 ഒന്നല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള വാക്യമാണിത്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലൊക്കെ ഈ ഇസ്ലാമിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പല ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇറാഖിലും ഈജിപ്തിലും ഒക്കെയുള്ള അറബികളുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. ആ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞ കാര്യം ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഈമാൻ പോയത് ഈ സൂറത്തുൽ അഹ്സാബ് വായിച്ചപ്പോഴാണെന്നോ. ആ അഹ്സാബിലുള്ള ഏതാനും കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? അള്ളാഹുവിൻ്റെ ദൂതനും ഒരു കാര്യം അങ്ങോട്ട് നിശ്ചയിച്ചാൽ അതിനെതിരായിട്ട് ആരും ഒന്നും പറയാൻ പാടില്ല, ആരും ഒന്നും ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര ധിക്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യം നിറഞ്ഞ ഈ ഒരു വാക്യം മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം എന്താണ് എന്നറിയുമ്പോഴാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥവും അത് ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ പരിഹാസ്യതയും നിങ്ങളുടെ ഇസ്ലാം എന്ന മതത്തിൻ്റെ വിശ്വാസത്തിലുണ്ട ഏറ്റവും വലിയ ദൗർബല്യവും നമുക്ക് വ്യക്തമാവുക. ഖുർആൻ ഇറക്കിയ അള്ളാഹു എവിടെ ജീവിച്ചിരുന്ന ആളാണെന്നും എന്താണ് സാധനമെന്നും അയാൾ എന്നാണ് മരിച്ചത് എന്നും വളരെ കൃത്യമായിട്ട് ഈ വാക്യത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ സന്ദർഭം ചുരുക്കി പറയാം, സമയക്കുറവ് കാരണം. മുഹമ്മദിന് സെയ്ദ് എന്ന് പറയുന്ന ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. ആ സെയ്ദ് ഖദീജയ്ക്ക് അടിമയായിട്ട് ഇവിടുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ്. ആ അടിമയെ പിന്നെ മുഹമ്മദ് സ്വതന്ത്രനാക്കിയിട്ട് ദത്തുപുത്രനാക്കി മാറ്റിയതാണ്. അങ്ങനെ സ്വന്തം പുത്രനെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്വന്തം ദത്തുപുത്രനായ സെയ്ദിനെ മുഹമ്മദ് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന ഒരു സന്ദർഭം. ആരെയാണ് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മുഹമ്മദിൻ്റെ ഒരു കസിൻ സഹോദരിയായിട്ടുള്ള, ഒരു മച്ചുണിച്ചി എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ, കസിൻ സഹോദരിയായിട്ടുള്ള സൈനബ എന്ന് പറയുന്ന സ്ത്രീയെ ഈ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു നാടകം മുഹമ്മദ് നടത്തി. ആ നാടകത്തിൻ്റെ ആദ്യഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ, സൈനബയെ കല്യാണം ആലോചിക്കാൻ മുഹമ്മദ് തന്നെ വരുന്നു എന്ന് സൈനബയ്ക്കും കുടുംബത്തിനും അറിയിപ്പ് കൊടുത്തു. സൈനബയ്ക്ക് ഒരു ആങ്ങളയുണ്ട്, ഉമ്മയുണ്ട്, സൈനബയുണ്ട്. ഇതാണ് കുടുംബം. അവർ മൂന്നാളും മുഹമ്മദ് അല്ലേ, നബിയൊക്കെ അല്ലേ, എന്നാൽ കല്യാണം കഴിച്ചു കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ നബി അവരെടുത്ത് ചെന്നിട്ട് സൈനബിനെ കല്യാണം കഴിക്കാനാണ് ഞാൻ വന്നത്, സൈനബിനെ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ മൂന്നാളും അന്തം വിട്ട് വായും പൊളിച്ച് നോക്കിയത്. സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാനാണെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, മുഹമ്മദിന് തന്നെ കെട്ടാനാണെന്നാണ് അവർ ധരിച്ചിരുന്നത്. അപ്പോൾ അവർ മൂന്നാളും പറഞ്ഞു, ആങ്ങള പറഞ്ഞു, സൈനബ പറഞ്ഞു, സൈനബിൻ്റെ ഉമ്മ പറഞ്ഞു, അത് ശരിയാവില്ല, സെയ്ദിന് അവൾ കുഫു വെക്കൂല, സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് 3 പേരും പറഞ്ഞു. ഈ പെണ്ണിന് ഇഷ്ടമല്ല, ഉമ്മാക്ക് ഇഷ്ടമല്ല, ആങ്ങളക്ക് ഇഷ്ടമല്ല, രക്ഷിതാവായ ആങ്ങളക്ക് ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ മുഹമ്മദിന് എങ്ങനെയെങ്കിലും ഈ സൈനബിനെ സെയ്ദിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് മുഹമ്മദ് ഇറക്കിയ ഒരു തിട്ടൂരമാണ് ഈ വായിച്ച ആയത്ത്. അള്ളാഹുവിൻ്റെ ദൂതനും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ ആരും എതിര് നിൽക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിനെ കൂട്ടിക്കെട്ടി. ആ തീരുമാനിച്ചത് ആരാണ്? അള്ളാഹുവിൻ്റെ ദൂതനാണ് തീരുമാനിച്ചത്. ദൂതൻ തീരുമാനിച്ചാൽ, മുഹമ്മദ് തീരുമാനിച്ചാൽ അതിന് ആരും എതിര് നിൽക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ ഒരായത്തിറക്കിക്കൊണ്ട് കപട നാടകം കളിച്ചുകൊണ്ട് മുഹമ്മദ് ഈ സൈനബയെ സെയ്ദിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി. അതാണ് ഈ ആയത്തിറങ്ങിയ സന്ദർഭം.
ഇനി ഇതിൻ്റെ ബാക്കി കോമഡികൾ കൂടെ കേൾക്കുമ്പോഴാണ് ഇതിലെ തമാശയും ഇതിനകത്തുള്ള കള്ളത്തരവും നമുക്ക് മനസ്സിലാവുക. അത് ഞാൻ വിശദമായിട്ട് വേറെ സന്ദർഭത്തിൽ പറയാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ, ഇനിയും പറയാം. ഏതായാലും ചുരുക്കി ഞാൻ പറയാം. മുഹമ്മദിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് വേറെ ചില ആഗ്രഹങ്ങളാണ്. ഈ സൈനബയെ സെയ്ദിൻ്റെ കസ്റ്റഡിയിൽ നിർത്തിക്കൊണ്ട് തൻ്റെ കസ്റ്റഡിയിൽ തന്നെ എന്നും നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു കള്ളക്കളിയായിരുന്നു മുഹമ്മദ് ഇവിടെ കളിച്ചത്. അതെന്തിനായിരുന്നു എന്നൊക്കെ പിന്നെ ഖുറാനിലും ഹദീസിലും മറ്റ് ചരിത്രത്തിലും വരുന്ന മറ്റ് സംഭവങ്ങളുമൊക്കെ നമുക്കറിയാം. ഈ സെയ്ദും സൈനബയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം അധികകാലം നിലനിന്നില്ല. അവർ തമ്മിൽ യോജിക്കാത്തത് കൊണ്ട് തന്നെ, കുഫു വെക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല. അതിനിടക്ക് മുഹമ്മദ് ഈ സൈനബുമായിട്ട് ഏതൊക്കെയോ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ സെയ്ദിന് അത്ര ഇഷ്ടമായിരുന്നില്ല, സൈനബിനും അത് ഇഷ്ടമായിരുന്നില്ല. സൈനബിന് മുഹമ്മദിൻ്റെ ഭാര്യയാവാനായിരുന്നു ഇഷ്ടം. ഈ ദത്തുപുത്രൻ്റെ ഭാര്യയായി ഇരുന്നു കൊണ്ട് അമ്മായിയപ്പൻ്റെ വെപ്പാട്ടിയായി ജീവിക്കാൻ താല്പര്യമില്ലാത്ത സൈനബും ഈ സെയ്ദും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ അള്ളാഹു വീണ്ടും ആയത്തിറക്കിക്കൊണ്ട് മുഹമ്മദിന് തന്നെ ഈ സൈനബിനെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഖുർആനിലുണ്ട്. അത് ഒരുപാട് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ വിശദമായിട്ട് പറയാം. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹു എന്ന് പറയുന്ന പടച്ചോനാണല്ലോ ഈ ആയത്തിറക്കിയത്. അള്ളാഹുവിന് സാധാരണ കല്യാണ ബ്രോക്കർമാരെ മാതിരിയല്ലല്ലോ അള്ളാഹു. ഇപ്പോൾ ഒരു ബ്രോക്കർ ഒരു കല്യാണം കൊണ്ടുവരികയാണെങ്കിൽ ആ കല്യാണം നടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് എന്താവോ, അവർ തമ്മിൽ തല്ലിപ്പിരിയോ, അല്ലെങ്കിൽ മൊഴി ചൊല്ലിപ്പിരിയോ, അല്ലെങ്കിൽ കൊലപാതകത്തിൽ കലാശിക്കുമോ, അല്ലെങ്കിൽ കുടുംബം തകരുമോ, ഇതൊന്നും ഒരു ബ്രോക്കർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല, ബ്രോക്കർ ഒരു മനുഷ്യനാണെങ്കിൽ. പക്ഷേ ഇവിടെ വന്ന ബ്രോക്കർ ത്രികാലജ്ഞാനിയായ അള്ളാഹുവാണ്. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സർവജ്ഞാനിയായ അള്ളാഹുവാണ് ഇവിടെ ബ്രോക്കറായി വന്നിട്ട് ഈ കല്യാണം വെച്ച് കെട്ടി കല്യാണം നടത്തിയത്. അങ്ങനെ വെച്ച് കെട്ടി കല്യാണം നടത്തുമ്പോൾ ഈ അള്ളാഹുവിന് അറിയില്ലേ ഈ കല്യാണം, ഈ വിവാഹം, ഈ ദാമ്പത്യം അധികകാലം മുന്നോട്ട് പോവില്ല, ഇത് കുഫു വെക്കാത്തതായതുകൊണ്ട് ഇവർ തമ്മിൽ ശരിയായൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി ഇയാൾക്കറിയില്ലേ? അറിഞ്ഞുകൊണ്ട് വെച്ച് കെട്ടാൻ കൂട്ടു നിൽക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്ത്. അപ്പോൾ അള്ളാഹു ആരാണ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കളിക്ക് കൂട്ടു നിന്ന മുഹമ്മദിൻ്റെ ഡമ്മി ആയിരുന്നു എന്നുള്ളതിന് ഇതിൽ പല തെളിവെന്താ വേണ്ടത്? സർവജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ ഒരു പടച്ചോൻ ഭാവിയിൽ യോജിച്ചു പോകാത്ത ഒരു കല്യാണത്തിന് ബ്രോക്കറായിട്ട് വരുമോ? നിങ്ങൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇവിടെ ബ്രോക്കർ പണിയെടുത്ത അള്ളാഹു ഒന്നുകിൽ ഒരു പൊട്ടൻ, ഒന്നും അറിയാത്ത പൊട്ടൻ, അല്ലെങ്കിൽ പൊട്ടൻ കളിപ്പിക്കുന്ന മുഹമ്മദിൻ്റെ ഡമ്മി. ഇതിലേതാണ് എന്നുള്ളത് നിങ്ങളുടെ കോമൺ സെൻസിന് വിട്ടുതരാം. ഈ ആയത്താണ് എന്നിട്ട് ഈ ഫത്വൻ്റെ ചൂട്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ആയത്ത് ഒന്ന് ചർച്ച ചെയ്യട്ടെ മുസ്ലിം സമൂഹം. ഈ ആയത്തും ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള സൈനബ കല്യാണം, സെയ്ദ് കല്യാണം, മുഹമ്മദിൻ്റെ സൈനബ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ അഹ്സാബിൽ തന്നെ ഒരുപാട് ആയത്തുകളും ഒരുപാട് കഥകളും ചരിത്രവും ഉണ്ട്. അതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവീര്യം, ആത്മവിശ്വാസമല്ല, നിങ്ങളുടെ ഈമാൻ തന്നെ കാറ്റായി പോകും. അതാണ് ആ കഥ. ആ കഥ ഞാൻ പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇതാണ് ഈ ഫത്വയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഹുസൈൻ സലഫി ഇതിനു വേണ്ടി പറഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഉന്നയിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ പറയാം. ഒന്ന്, ഹുസൈൻ സലഫി ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം ഈ കാര്യത്തെ മുഴുവൻ ഒരു ഷുക്കൂർ വക്കീൽ നടത്തിയ കാര്യമായിട്ട് ആണ് പറയുന്നത്. ഇതിലെവിടെയും അദ്ദേഹത്തിൻ്റെ ഒരു 3/4 മണിക്കൂറോളം വയല് പറച്ചിൽ എവിടെയും ഇതൊരു കുടുംബം നടത്തിയതാണെന്നോ, ഇതൊരു പുരുഷനും സ്ത്രീയും കൂടെ പോയി ചെയ്തതാണെന്നോ, ഇത് ഭാര്യയും ഭർത്താവും കൂടെ നടത്തിയൊരു സംഭവമാണെന്നോ ഒന്നും പറയുന്നില്ല. അയാൾ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇതെല്ലാം ഷുക്കൂർ വക്കീൽ ഒറ്റയ്ക്ക് ചെയ്ത കാര്യം എന്ന നിലക്കാണ് പറയുന്നത്. കാരണം ഈ ഹുസൈൻ സലഫിയെ പോലുള്ള ഒരു മതപണ്ഡിതൻ്റെ മനസ്സിൽ ഒരു പുരുഷൻ മാത്രമാണ് മനുഷ്യൻ. ആ പുരുഷൻ കൊണ്ട് നടക്കുന്ന ഒരു വസ്തുവാണ് ഈ സ്ത്രീ. അതിനപ്പുറത്തേക്ക് ഇവരുടെ മനസ്സ് സഞ്ചരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. അള്ളാഹു ഹക്കീമാണ്, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ യുക്തി പൂർണ്ണമായിരിക്കും, അത് അന്യൂനമായിരിക്കും എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. അള്ളാഹു ഹക്കീമല്ല എന്നുള്ളതും അള്ളാഹുവിന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെയും തെളിവാണ് നമ്മുടെ ഫത്വയിൽ അവസാനം ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഈ ഖുർആൻ വാക്യം അവതരിച്ച പശ്ചാത്തലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്.
മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് ബ്രോക്കറായി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഒരിക്കലും നിലനിൽക്കാത്ത കുഫു വെക്കാത്ത ഒരു കല്യാണത്തിന് ബ്രോക്കറായി വരും. എന്നിട്ട് ഇതേ ബ്രോക്കർ വേറൊരാൾക്ക് ആ പെണ്ണിൻ്റെ കാര്യം തീർപ്പിച്ചിട്ട് വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടോ? കല്യാണ ബ്രോക്കർമാർ ചെയ്യുമോ? സത്യസന്ധതയുള്ള ബ്രോക്കർമാർ ചെയ്യില്ല. സർവജ്ഞാനിയായ പടച്ചോൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ് ഇവിടെ അള്ളാഹു ചെയ്തത്. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ ഹക്കീമത്തരം എത്ര ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഖുർആനിലെ സാമ്പത്തിക നിയമങ്ങൾ, അനന്തരാവകാശ നിയമങ്ങൾ, വിവാഹ നിയമങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിന് ഭാവിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെ തെളിവുകളാണ്. കാരണം ഈ കുടുംബ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ ഗോത്രകാലത്തെ മനുഷ്യരുടെ കുത്തഴിഞ്ഞ ഒരു കുടുംബ വ്യവസ്ഥ അല്ല ലോകത്തിനി വരാൻ പോകുന്നത് എന്നും, ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരടങ്ങിയിട്ടുള്ള അണുകുടുംബങ്ങളാണ് ഒരു പരിഷ്കൃത ലോകത്ത് വരിക എന്നും, ആ കുടുംബത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇന്ന രീതിയിലായിരിക്കും നടക്കുക എന്നൊക്കെ മുൻകൂട്ടി അറിയാവുന്ന ഒരു പടച്ചോനായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ എഴുതി വെക്കുമായിരുന്നില്ല. ഇതൊക്കെ അപ്രായോഗികമാണെന്ന് സ്വയം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മുസ്ലിം സമുദായം തന്നെ ഈ നിയമം മാറണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും മുൻകൂട്ടി അറിയാനുള്ള കഴിവ് അള്ളാഹ്ക്കുണ്ടായിരുന്നില്ല. അള്ളാഹ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള നിയമം കൂടി അള്ളാഹ് പറയേണ്ടതായിരുന്നു. അത് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ നിയമം എല്ലാ കാലത്തേക്കുള്ളതാണ് എന്ന അന്ധവിശ്വാസം അവിടെ പറഞ്ഞു വെക്കുക കൂടി ചെയ്തതുകൊണ്ട് ഒരിക്കലും മാറ്റാൻ പാടില്ലാത്തതാണ് എന്ന ശാഠ്യത്തിൽ ഈ കാലഹരണപ്പെട്ട ജീർണിച്ചു പോയ നിയമങ്ങളുടെ മേൽ അടയിരിക്കുകയാണ് ഇന്നും മതമൗലികവാദികൾ. അതുതന്നെയാണ് ഈ സമുദായവും സമൂഹവും ലോകവും ഇത്രയും പിന്നോക്കം പോകാനുള്ള കാരണമായി തീർന്നതും. പിന്നെ ഒരു ന്യായം, പതിവായിട്ട് ഇവർ പറയുന്ന ഒരു ന്യായം, പെൺകുട്ടികൾക്ക് യാതൊരു അവകാശവും സ്വത്തിലില്ലാത്തൊരു കാലത്ത് അവർക്ക് അവകാശം കൊടുത്ത മതമാണ് ഇസ്ലാം എന്നുള്ളത്. ഇതൊരു പച്ചക്കള്ളമാണ്. ഇതിന് ചരിത്രപരമായിട്ടുള്ള ഒരു തെളിവും ഇവർ ഹാജരാക്കുന്നില്ല. ചരിത്രപരം പോട്ടെ, ഇവർക്ക് മതപരമായിട്ടുള്ള തെളിവ് പോലും ഇവർ ഹാജരാക്കുന്നില്ല. ഇവരങ്ങ് പറയുകയാണ് അങ്ങനെയാണെന്നുണ്ട്. എന്നാൽ അല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. ഖദീജ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. മക്കയിലെ ഏറ്റവും ധനികയായിരുന്ന, ഏറ്റവും പവർഫുള്ളായിരുന്ന ഒരു ബിസിനസ്സുകാരിയായിരുന്നു മുഹമ്മദ് കല്യാണം കഴിച്ച, അല്ലെങ്കിൽ മുഹമ്മദിനെ എങ്ങോട്ട് കല്യാണം കഴിച്ച ഖദീജ എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്നിടത്തോളം കാലം ഈ കള്ളത്തരം വിലപ്പോവില്ല എന്നാണ് എനിക്ക് മതപണ്ഡിതന്മാരോട് പറയാനുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ കൂടെ ബിസിനസ്സിലും എല്ലാ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്നവരായിരുന്നു. സ്വത്തവകാശം ഉണ്ടായിരുന്നവരായിരുന്നു, സാമ്പത്തിക അവകാശമുള്ളവരായിരുന്നു അന്ന് ജാഹിലിയ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കാലത്ത് അറബികൾ. അതിനെ ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് മുഹമ്മദ് കൊണ്ടുവന്നത്. കാരണം മുഹമ്മദ് ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയ സ്ത്രീ വിരുദ്ധനായിരുന്നു. സ്ത്രീകളോട് ഇഷ്ടമുണ്ടായിരുന്നു, അത് മറ്റേ തരത്തിലുള്ള ഇഷ്ടം. പക്ഷേ ഒരു വ്യക്തി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക് സ്ത്രീകൾ ഉയർന്നു വരുന്നതിനോട് മുഹമ്മദിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം സ്ത്രീ വിരുദ്ധമായി മാറുകയും ചെയ്തു. ഇനി വക്കീൽ ചിന്തിക്കാത്ത ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലിനെ ചീത്ത വിളിക്കുന്നുണ്ട് മൊയ്ലിയാർ ഇതിനകത്ത്. വക്കീൽ മരിച്ചു കഴിഞ്ഞാൽ വക്കീലിൻ്റെ കുട്ടികളെ ആര് സംരക്ഷിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല എന്നാണ് ഹുസൈൻ സലഫിയുടെ ഒരു യമണ്ടൻ ചോദ്യം. നിങ്ങൾ ആരോടായി ചോദിക്കുന്നത് നോക്കുക. സർവകലാശാലയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു സർവകലാശാലയുടെ മുഴുവൻ ചുമതല വഹിച്ചിരുന്ന, നിയമം പഠിച്ച ഒരു ഉമ്മ ആ മക്കളുടെ കൂടെ ഉണ്ട്. ആ ഉമ്മയും ബാപ്പയും കൂടെ പോയിട്ടാണ് ഈ വിവാഹം നടത്തിയത്. ആ ഉമ്മ എന്ന് പറയുന്ന മനുഷ്യനെ, ആ വ്യക്തിയെ ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് ഈ മൊയ്ലിയാർ ചോദിക്കുകയാണ്, ഈ വക്കീൽ അങ്ങോട്ട് മരിച്ചാൽ ഈ വക്കീലിൻ്റെ കുട്ടികളെ ആരാ സംരക്ഷിക്കാം? ആ വക്കീലിൻ്റെ കുട്ടികൾ ഇപ്പം തന്നെ അവർ സ്വയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് അന്തസ്സായിട്ട് സ്വയം സംരക്ഷിച്ച് ജീവിക്കുന്ന പ്രായപൂർത്തിയായ, തുല്യ ഡിഗ്നിറ്റി സ്വയം അംഗീകരിക്കുന്ന പ്രായപൂർത്തിയായ 3 പെൺമക്കളാണ് ഈ കല്യാണത്തിന് ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും കൂടെ പോയ വക്കീലിൻ്റെയും സീനയുടെയും മക്കൾ. ആ മക്കളെ സംരക്ഷിക്കാൻ ആരാണ് എന്നാണ് ഈ മൊയ്ലിയാർ ചോദിക്കുന്നത്. മൊയ്ലിയാരെ ഞങ്ങളാരും ഇടങ്ങാറാവുണ്ട്, അവർ സംരക്ഷിച്ചോളും എന്നുള്ളതാണ് അതിന് ഉത്തരം. അവരെ സംരക്ഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവും അവർക്കുണ്ട്. അവർക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാക്കി കൊടുത്ത ഒരച്ഛനും അമ്മയുമാണ് അവരുടെ സ്വത്ത് ഈ മക്കൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയത്. അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ തൽക്കാലം വക്കീൽ മരിച്ചാലും അവരുടെ ഉമ്മ ഉണ്ട്. ആ ഉമ്മക്ക്
ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയുന്ന ആ ഉമ്മാക്ക് ഈ 3 പെൺമക്കളെ സംരക്ഷിക്കാൻ കഴിയും. ആ പെൺമക്കളാവട്ടെ, പ്രായപൂർത്തിയായ ആ പെൺമക്കൾക്ക് അവരെ സ്വയം സംരക്ഷിക്കാനുള്ള പ്രാപ്തി ഇതിനകം ഈ അച്ഛനും അമ്മയും അവർക്ക് നേടിക്കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് അവരുടെ സംരക്ഷണ കാര്യത്തിലൊന്നും മൂല്യാർ ബേജാറാവണ്ട, മൂല്യന്മാരും ബേജാറാവണ്ട. അവരെ സംരക്ഷിക്കാൻ ഇപ്പോൾ വക്കീലിൻ്റെ സഹോദരനോ അല്ലെങ്കിൽ വക്കീലിൻ്റെ സഹോദരൻ്റെ ആൾക്കാരോ ഒന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ വക്കീലും സഹോദരനും തമ്മിലുള്ള കുടുംബ ബന്ധത്തിൻ്റെ, വ്യക്തിബന്ധത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലൊരു വൈരാഗ്യം ഉണ്ടാക്കാൻ ശ്രമിക്കാനൊക്കെ ഇദ്ദേഹം ശ്രമിച്ച് കാണുന്നുണ്ട്. അതൊക്കെ അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവർ നല്ല നിലയ്ക്ക് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് നാടകം കളിക്കുന്നത് ഇപ്പോൾ ഈ തലീക്കെട്ടും തൊപ്പിയും വെച്ച് വരുന്ന മതപണ്ഡിതന്മാരാണ് എന്നുള്ളതാണ്. അതല്ലാതെ ശുക്കൂർ വക്കീലും കുടുംബവും അല്ല ഇവിടെ നാടകം കളിച്ചത്. ഇവർക്ക് നാടകം കളിക്കേണ്ടി വരുന്നത് ഈ മതം അത്രമാത്രം കാലഹരണപ്പെട്ടതും പരിഹാസ്യമായതും ആണ് എന്നതുകൊണ്ടാണ്. ഇനി ഈ വക്കീലിൻ്റെ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, അവർ കല്യാണം കഴിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവരെ കല്യാണം കഴിക്കാണ്ട പ്രായമായ ഈ 3 കുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സംരക്ഷിക്കാൻ എന്തിനാണ് ഇപ്പോൾ ഈ അളാപ്പാക്ക് സ്വത്ത് കൊടുക്കുന്നത്? അവരെ കല്യാണം കഴിക്കുമ്പോൾ എന്നാൽ വക്കീലും ഭാര്യയും കൂടെ അവരുടെ സ്വത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങ് സ്ത്രീധനം കൊടുത്താൽ പോരെ? സംരക്ഷിക്കാൻ പോകുന്ന പുതിയാപ്പിളാർക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നതല്ല ഈ പറയുന്ന യുക്തിയായിട്ട് ബന്ധപ്പെടുക. അല്ലാതെ സംരക്ഷണ ചുമതല യാതൊരു ചുമതലയില്ലാത്ത, അതിൻ്റെ ആവശ്യമില്ലാത്ത ഈ എളാപ്പാർക്കും മൂത്താപ്പാർക്കും സ്വത്ത് കൊടുക്കേണ്ട ആവശ്യം എന്താ? സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ സംരക്ഷിക്കാൻ സ്വത്ത് കിട്ടണമെന്ന് പറയുന്നതല്ലേ സ്വാർത്ഥത? അതിന് പിന്നെന്താ അർത്ഥമുള്ളത്? അതെന്തൊരു സംരക്ഷണം? അങ്ങനെ സ്വത്ത് കൊടുത്ത് സംരക്ഷിക്കാനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് പോയിട്ട് താമസിച്ചാൽ പോരെ ആരുടെയെങ്കിലും കൂടെ? അല്ലെങ്കിൽ വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്? പൈസ കൊടുത്താൽ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ ലോകത്ത് എത്ര ഉണ്ട്? അതുപോലെ എന്തിനാ സംരക്ഷിക്കാൻ ഒരാൾക്ക് സ്വത്ത് വിഹിതം കൊടുത്തിട്ട് സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത്? ഈ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുക, സംരക്ഷണ ചുമതല എന്ന് പറയുന്നത് ഇവർ കണ്ടെത്തിയിട്ടുള്ള